ചേട്ടാ. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യാലും എന്നാൽ കൂട്ടായ്മയുടെ സഹായത്തിൽ ഇന്ന ദിവസം മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ് ശിവചേട്ടൻ, ആൽബർട്ട, കാനഡ. ഹായ് ഹായ്. എല്ലാവർക്കും ഹായ്. നമ്മള് ഒരു ലിറ്ററേച്ചർ സ്റ്റഡി എന്ന് പറഞ്ഞ പോലെ സാഹിത്യ പഠനമാണ്. ആൽക്കോളിസിനമസിന്റെ ഉള്ളിലെ ഗ്രൂപ്പുകളുടെ ഒരു ചുമതല കൂടിയാണ്. എന്തൊക്കെയാണ് നമ്മുടെ പാരമ്പര്യങ്ങൾ, എന്തൊക്കെയാണ് പടികൾ, എന്തൊക്കെയാണ് നമ്മുടെ സാഹിത്യം, ഏതൊക്കെ സാഹിത്യങ്ങളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യമാണ് കംസ് ഓഫ് ഏജ്. ആൽക്കോളിസമസ് കംസ് ഓഫ് ഏജിന്റെ പ്രധാന ഉദ്ദേശം തന്നെ എങ്ങനെയാണ് ഒരു ചെറിയ 2 പേരിൽ നിന്ന് മില്യൺസിലേക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എങ്ങനെയാണ് സ്പ്രെഡ് ആയത്. അതിന് ഓരോ രാജ്യത്തും ഓരോ സ്ഥലങ്ങളിലും അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ കുറച്ച് ഭാഗം വായിച്ചിരുന്നു. അതിനകത്ത് ആർച്ചി ടീയുടെ കാര്യം പറഞ്ഞു, പിന്നെ ഒരു നോർവീജിയൻ ആളുടെ കാര്യം പറഞ്ഞു. അങ്ങനെ ഗ്രീൻവിച്ചിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നോർവേ, അങ്ങനെ പല രാജ്യങ്ങളുടെയും കാര്യങ്ങൾ തന്നെ നമ്മൾ കുറച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പേജ് നമ്പർ 30-ലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാനത് ഇംഗ്ലീഷ് വായിക്കാം, അതിനകത്ത് പിന്നെ മലയാളത്തിലേക്കുള്ള ഭാഗം വായിക്കാം. There was a lively swapping of experience on how best we could give a brother and sister sufferers in mental hospitals and prisons a still better break while they were in these places and when they left them. Great numbers of these flocks were already making good and had become our fast friends and co-workers on the outside, and we realized how foolish had been our early fears of the alcoholic bearing a double stigma. In still another seminar, secretaries and commit committeemen of scores of local central services, the so-called intergroup associations, exposed to their many problems for each other's inspection and advice, always seeking to remedy the functional weaknesses of the many newer service bodies just trying to get underway. അപ്പോ അതിന്റെ മലയാള ഭാഗം വായിക്കാം. ആതുരാലയങ്ങളിലും ജയിലുകളിലും കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവിടെ വെച്ചും അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്ത് ചെയ്യാനാകും എന്ന കാര്യത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഒരു മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. വളരെ പേർ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കളാകുകയും പുറത്തുള്ള നമ്മുടെ സഹപ്രവർത്തകരോട് നന്നായി ഇടപെടുന്നതും കണ്ടു. ഇരട്ടി അപമാനം പേറുന്ന ഈ കൂട്ടരെ കുറിച്ചുള്ള ഭയപ്പാടുകൾ എത്ര വിഡ്ഢിത്തരമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. സെമിനാർ സെക്രട്ടറിമാരും പ്രാദേശിക സെൻട്രൽ സർവീസിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹാരത്തിനായി തുറന്നുവെച്ചു. നിർവഹണപരമായ പോരായ്മകൾ പരസ്പരം പരിഹരിക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് പുതിയ സർവീസ് ബോഡികൾ നിർമ്മിച്ചു. Many newer service bodies just trying to get underway. In another meetings, the whole subject of money in AA got a most healthy kicking around. AA's principle of no compulsory fees for dues can be construed and rationalized into no voluntary group or individual responsibility at all. And this fallacy was exploded with a bang. There was complete unanimity that through voluntary contributions, the legitimate bills of groups, areas, and AA as a whole must be paid, or we could not properly carry our messages. It was agreed that no AA treasury ought to get overstuffed or rich. Nevertheless, it was emphasized that the notion of keeping AA simple and spiritual by eliminating vital services that happened to cost a little time, trouble, and money was risky and absurd. It was the opinion of the meeting that the oversimplification, which might lead us to muff our 12-step work area-wide and worldwide, could not be called either really simple or really spiritual. മറ്റൊരു മീറ്റിംഗിൽ എഐയിലെ സാമ്പത്തിക പ്രശ്നം ഇട്ട് തട്ടിയത് ആരോഗ്യപരമായ രീതിയിലായിരുന്നു. എഐയുടെ നിർബന്ധിത പിരിവുകളോ ബാധ്യതകളോ പാടില്ല എന്ന തത്വം വ്യാഖ്യാനിച്ചെത്തിച്ചേർന്നത് സന്നദ്ധ ഗ്രൂപ്പുകളോ വ്യക്തികളോ ഒരിക്കലുമില്ല എന്ന ആശയത്തിലാണ്. ഈ മിഥ്യാധാരണ വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. സ്വമേധയാ നൽകുന്ന സംഭാവനകളിലൂടെ വേണം ഗ്രൂപ്പുകളുടെ ചെലവുകളും
എയുടെ മൊത്തമായ ചെലവുകളും നിർവഹിക്കാൻ. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എങ്കിൽ മാത്രമേ ശരിയായ വിധത്തിൽ സന്ദേശം എത്തിക്കാൻ കഴിയൂ. ലാളിത്യത്തിലും ആത്മീയതയിലും ഊന്നി നിർണായകമായ സേവനങ്ങൾക്കുള്ള ചെറിയ പണവും സമയവും വൈഷമ്യങ്ങളും വെട്ടിച്ചുരുക്കുന്നത് അപകടവും അസംബന്ധവുമാണെന്ന് ബോധ്യപ്പെട്ടു. ഒരു ട്രഷറിയും അധിക ധനം സംഭരിക്കരുത്. അതിലാളിത്യം നമ്മുടെ 12-ാം പടി പ്രവർത്തനത്തെ താറുമാറാക്കും. പ്രാദേശികമായും ലോകവ്യാപകമായും ഇതിനെ യഥാർത്ഥത്തിൽ ലളിതമെന്നോ അത് ആത്മീയമെന്നോ പറയാനാകില്ല. ഇതായിരുന്നു മീറ്റിംഗിൽ ഉയർന്നു വന്ന ആശയം. നമുക്കറിയാം, ഇതെല്ലാം പറയുന്നത് നമ്മുടെ കൺവെൻഷനിലെ വിവിധതരം മീറ്റിങ്ങുകളെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നടന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള മീറ്റിങ്ങിലെ അഭിപ്രായമാണ് അവിടെ പറഞ്ഞത്. അടുത്ത ഭാഗം. Then there was a very moving get together of lone AA members who had come in from the far reaches and isolated outposts to share the unusual view of our fellowship that St. Louis afforded. To no others could the convention mean so much. They got a fresh sense of belongings, that they realized that their isolation was never so complete as they had sometimes felt it to be. They knew, as few did, how greatly AS literature and world service could help for their sobriety, and dependent heavily upon the big book and upon those constant letters that came to from isolation was never so complete as they had sometimes felt it to be. They knew, as a few did, how greatly as literature and world service could help, for their sobriety had depended heavily upon the big book and upon the constant letters that came to them from headquarters and fellow loners. They had developed all sorts of gimmicks and discipline to bulwark themselves and to perfect their conscious contact with God, who they had joyfully discovered could just as well be felt and heard whether one dwelt in a ship crossing the equator or next door to the polar ice cap. പിന്നീട് നടന്നത് ഒരു ഒറ്റപ്പെട്ടവരുടെ മീറ്റിംഗ് ആയിരുന്നു. ലോണേഴ്സ്. ദൂരദേശങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട നാടുകളിൽ നിന്നും എത്തിയവർ സെന്റ് ലൂയിസിൽ നമ്മുടെ കൂട്ടായ്മയുടെ കാഴ്ചപ്പാടിൽ ഒത്തുചേർന്നു. മറ്റാരേക്കാളും അവർക്കിത് അർത്ഥവത്തായിരുന്നു. അവരുടെ ഏകാന്തത അവർ കരുതുന്നത് പോലെ കഠിനമല്ലെന്നും വേണ്ടപ്പെട്ടവർ എന്ന തോന്നലുണ്ടായി എന്നും ബോധ്യമായി. സാഹിത്യങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണെന്നും ലോകസേവനത്തിന് എത്രമാത്രം അത് സഹായകരമാണെന്നും അവരുടെ സുബോധം മുഖ്യമായും കടപ്പെട്ടിരിക്കുന്നത് ബിഗ് ബുക്കിനോടാണെന്നും അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള വരുന്ന കത്തുകളും അവയ്ക്കുള്ള മറുപടികളും അവർ സസന്തോഷം കണ്ടെത്തിയ ഈശ്വരനുമായുള്ള ബന്ധം നിലനിർത്തുന്ന തന്ത്രങ്ങളും അച്ചടക്കവും രൂപപ്പെടുത്തുകയും രക്ഷാകവചം തീർക്കുകയും ചെയ്തു. അവർ പരസ്പരം അനുഭവിക്കുകയും കേൾക്കുകയും ചെയ്തു. ഒരുപക്ഷെ കപ്പലിൽ ഭൂമധ്യരേഖ കടക്കുകയാകാം, അല്ലെങ്കിൽ ധ്രുവപ്രദേശത്തെ മഞ്ഞുമലയിലാകാം. Whether one dwelt in a ship crossing the equator or next door to the polar ice cap. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അവരിൽ പലരും ഇങ്ങനെ ലോകത്തിലുള്ള പല ഭാഗത്തൂടെ സഞ്ചരിക്കുന്നവരാണ്. അതിന് പറയുന്നതാണ് ഒരാള് കപ്പലിൽ ഭൂമധ്യരേഖ കടക്കുകയാം, അല്ലെങ്കിൽ ധ്രുവപ്രദേശത്തെ അല്ലെങ്കിൽ മഞ്ഞുപ്രദേശത്തെ ഏതെങ്കിലും മഞ്ഞുമലയിലാകാം അയാൾ താമസിക്കുന്നത്. അവിടെ നിന്നുള്ള ആളുകളൊക്കെയാണ് ഇവിടെ വന്നത്. അടുത്തത് ഓസ്ട്രേലിയയെ കുറിച്ചാണ് തോന്നുന്നു. അപ്പൊ നമുക്ക് നോക്കാം. Typical of the loner stories was of the Australian sheepman who lived 2,000 miles from the nearest town, where yearly he sold his wool. In order to be paid the best prices, he had to go to town during a certain month. But when he heard that a big regional AA meeting was to be held at a later date, when wool prices would have fallen, he had gladly taken a heavy money loss in order to make his journey then. That's how much an AA meeting could mean to him. This was something that every loner at St. Louis could well understand. അപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരാളുടെ കാര്യമാണ്, ലോണറായിട്ട് താമസിക്കുന്ന ഒരാളുടെ കാര്യമാണ് അവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിലെ ആട്ടിടയന്റെ കഥ സവിശേഷമായതാണ്. ഷീപ്മാൻ, ആട്ടിടയന്റെ കഥ. അദ്ദേഹം രോമം വിൽക്കുന്ന നഗരത്തിൽ നിന്ന് 2000 മൈൽ അകലെയാണ് താമസിക്കുന്നത്. നല്ല വില ലഭിക്കുന്ന ഒരു പ്രത്യേക മാസത്തിലാണ് അയാൾ സാധാരണ രീതിയിൽ നഗരത്തിലേക്ക് പോകുന്നത്. പക്ഷേ മറ്റൊരു മാസത്തിൽ ഒരു പ്രാദേശിക എയുടെ ആഘോഷം നടക്കുന്നതായി അദ്ദേഹം അറിഞ്ഞു. വലിയ സാമ്പത്തിക നഷ്ടം അദ്ദേഹത്തിന് നേരിടും. അദ്ദേഹം ആ സമയം തന്നെ പക്ഷേ തെരഞ്ഞെടുത്തു. ഒരു AA മീറ്റിങ്ങിന് അയാളെ സംബന്ധിച്ചിടത്തോളം അത്ര മാത്രം അർത്ഥമുണ്ടായിരുന്നു.
സെന്റ് ലൂയിസിലെ ഓരോ ലോണറും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ലോണർ എന്ന് വെച്ചാൽ ഏകാഗിയായിട്ട് അന്നത്തെ കാലത്ത് ഏകാഗിയായിട്ട് താമസിച്ച ആൾക്കാരെയാണ് ലോണേഴ്സ് മീറ്റിംഗ്. അപ്പോൾ ലോണേഴ്സിന് വേണ്ടിയിട്ട് മാഗസിനും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഓക്കെ, അടുത്ത ഭാഗം. At another interesting gathering, the founders of many groups are assembled to swap information on how best to get going in a new locality. Since more than 7,000 AA groups with a total membership of over 20 lakh had already been spawned over the years, and new ones were taking shape somewhere in the world almost every day. There were plenty of experience to share. രസകരമായ മറ്റൊരു മീറ്റിങ്ങിൽ, അല്ലെങ്കിൽ അവിടുത്തെ തന്നെ നടന്ന മറ്റൊരു സമ്മേളനത്തിൽ, ഒരു പുതിയ പ്രദേശത്തേക്ക് എങ്ങനെ പോകാമെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്വാപ്പ് ചെയ്യാൻ നിരവധി ഗ്രൂപ്പുകളുടെ സ്ഥാപകർ ഒത്തുകൂടി. ഇപ്പോൾ തന്നെ 7000 ഗ്രൂപ്പുകളും 20 ലക്ഷം അംഗങ്ങളും ലോകത്താകമാനമുള്ളതായി കണക്കാക്കാം. ലോകത്തെവിടെയെങ്കിലും ഓരോ ദിവസവും ഓരോ പുതിയ ഗ്രൂപ്പ് ജനിക്കുന്നതായി കാണാം. അവിടെ പങ്കുവയ്ക്കാൻ ധാരാളം അനുഭവങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് there were plenty of experience to share. In still another section of the convention, there was much to be learned about AS Grapevine, our magazines of more than 40,000 monthly circulations, and our biggest and best means of communications, current AA thought and experience in staying sober, in hanging together, and in serving all among members of the Grapevine staffs on hand were editor Don, 3 editorial assistants, a photographer, and a number of artists and magazine experts. By talks and exhibits, they showed how the Grapevine's well-illustrated pages could be lively and a convincing means of introducing AA to the new or potential member, and how its article could provide solid material for closer meetings and discussions. The Grapevine was seen as the monthly mirror of AA in action, always the same principle, yet ever growing and ever finding better ways of doing and thinking on new fronts of our exciting adventure in living and working together. അപ്പം അടുത്ത ഭാഗം പറയുന്നത് ഗ്രേപ്പ്വൈനെ കുറിച്ചാണ്. നമ്മുടെ മാസികയാണ് ഇന്റർനാഷണൽ മാസികയായ ഗ്രേപ്പ്വൈൻ. നമുക്കതിനെ മലയാളത്തിലെ മുന്തിരിവള്ളി എന്ന് വിളിക്കാം. ഗ്രേപ്പ്വൈൻ എന്ന് പറഞ്ഞാൽ VINE വൈൻ, വള്ളി എന്നാണ് ഗ്രേപ്പ്വൈൻ. ഓക്കെ, കൺവെൻഷന്റെ മറ്റൊരു സെക്ഷനിൽ നമ്മുടെ മാസികയായ ഗ്രേപ്പ്വൈനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഏകദേശം 40,000 പ്രതിമാസ സർക്കുലേഷനുള്ള നമ്മുടെ മാഗസിൻ നമ്മുടെ ഏറ്റവും വലിയ വിനിമയ സംവിധാനമാണ്. നമ്മുടെ ചിന്തകളും അനുഭവങ്ങളും സുബോധത്തിലും ഒരുമിച്ച് നിൽക്കുന്നതും സേവനങ്ങളും എല്ലാം നാം അതിൽ പങ്കുവയ്ക്കുന്നു. ഗ്രേപ്പ്വൈൻ സ്റ്റാഫ് അംഗങ്ങളിൽ എഡിറ്റർ ഡോൺ, 3 അസിസ്റ്റന്റ് എഡിറ്റർമാർ, 1 ഫോട്ടോഗ്രാഫർ, അനേകം അസിസ്റ്റന്റുമാർ, മാഗസിനിലെ വിദഗ്ധർ എന്നിവരുണ്ടായിരുന്നു. വാക്കുകളിലൂടെയും പ്രകടനങ്ങളിലൂടെയും അവർ അത് വ്യക്തമാക്കി. എങ്ങനെയാണ് ഗ്രേപ്പ്വൈനിലെ പുതിയതോ സമർത്ഥനോ ആയ ഒരംഗത്തിനെ നന്നായി ചിത്രീകരിച്ച പേജുകൾ നമുക്ക് കാട്ടിത്തന്നു. അടഞ്ഞ മീറ്റിംഗ് അല്ലെങ്കിൽ ക്ലോസ്ഡ് മീറ്റിംഗിൽ ആശയങ്ങളും വിഷയങ്ങളും ഗ്രേപ്പ്വൈൻ പ്രതിനിധാനം ചെയ്യുന്നു. പ്രവൃത്തി പദത്തിലിരിക്കുന്ന എയുടെ മാസാന്തര കണ്ണാടിയാണ് ഗ്രേപ്പ്വൈൻ. എല്ലായ്പ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ആശയങ്ങൾ നന്നായി ചിന്തിക്കുവാനും ആവേശകരമായി ജീവിക്കുവാനും ഒന്നിച്ചു പ്രവർത്തിക്കുവാനും ഉപകരിക്കുന്നതാണ്. ഗ്രേപ്പ്വൈനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം ഹെഡ്ക്വാർട്ടേഴ്സിനെ കുറിച്ചാണ്. ദെൻ ദെയർ വാസ് എ സെഷൻ കോൾഡ് പ്രസന്റിംഗ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റാഫ്. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റാഫിനെ അവിടെ പരിചയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ എന്താണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. ദ സ്റ്റാഫ് നമുക്ക് വായിക്കാം. ദെൻ ദെയർ വാസ് എ സെഷൻ കോൾഡ് പ്രസന്റിംഗ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റാഫ്. ദ സ്റ്റാഫ് വാസ് ഹെഡഡ് ബൈ മാനേജർ ഹാങ് ജി, and it included fellow workers with talents in finance, public relations, and the like, and 5 capable AA women staff members. There was an extensive set of exhibits showing the wide range of activities of our top services to the onlookers. The world headquarters of Alcoholics Anonymous was no longer the source of dry statistics about tons of literature, thousands of calls for help and letters in reply, and hundreds of problems of groups and of public information, or just the source of pleas for voluntary contributions. Here were the flesh and blood folks
who were actually doing these things, and we will trained, eager, and dedicated group. They were just like the Grapevine gang. അടുത്തത് പറയുന്നത് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെ കുറിച്ചാണ്. പിന്നീട് നടന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റാഫിന്റെ അവതരണമാണ്. ഹാങ്ജിയുടെ നേതൃത്വത്തിലാണ് സ്റ്റാഫ്, അതിൽ സഹജോലിക്കാരുമുണ്ട്. സാമ്പത്തിക വിദഗ്ധരുണ്ട്, പൊതുജന സമ്പർക്ക വിദഗ്ധരുണ്ട്, കഴിവുള്ള 5 സ്ത്രീ അംഗങ്ങളുമുണ്ട്. നമ്മുടെ ഉയർന്ന നിലവാരമുള്ള സേവനങ്ങളുടെ വിശദമായ ഒരു ചിത്രം നമുക്ക് അവിടെ കാണാം. ആൽക്കോളിക്സ് അനോണിമസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സേവനം എന്ന് പറയുന്നത് ടൺ കണക്കിന് സാഹിത്യങ്ങളും ആയിരക്കണക്കിന് കത്തുകളുടെയും നൂറുകണക്കിന് ഗ്രൂപ്പുകളുടെയും പൊതുജന സമ്പർക്ക പരിപാടികളുടെയോ ഗ്രൂപ്പുകളുടെ പ്രശ്ന പരിഹാരങ്ങളുടെയും സ്ഥിതിവിവര കണക്കുകൾ മാത്രമല്ല, രക്തവും മജ്ജയുമുള്ള ആളുകളെയാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. പരിശീലനം ലഭിച്ച അർപ്പണബോധമുള്ള ഒരു പക്ഷേ ഗ്രേപ്വൈൻ കൂട്ടത്തെ പോലെയുള്ളവർ. അതിനുശേഷം ഒരു ഭാഗം കൂടി പറയുന്നത്, countless AS at the convention go to know our trustees, those faithful alcoholic and non-alcoholic friends who had served us so long. Many a grassrooter talked with Archie Roosevelt and learned that this exuberant and genial man had recently joined the board and had taken on the sometimes thankless and always time-consuming job of being its treasurer. Grassrooters and city people alike began to say, well, if our new non-alcoholic friend Archie can spend years looking after AA's general finances, then we guess that we can certainly spare the minutes it takes twice yearly to reach into our pockets for those $2 that Archie needs to balance AA's budget. അടുത്ത നമ്മുടെ ട്രസ്റ്റുകളെ കുറിച്ചാണ് സംസാരിക്കുക. നമുക്ക് നോക്കാം. ദീർഘകാലമായി നമ്മെ സേവിക്കുന്ന മദ്യാസക്തരല്ലാത്തവരുമായ നമ്മുടെ ട്രസ്റ്റിമാരെ നമ്മുടെ അസംഖ്യം അംഗങ്ങൾക്ക് മനസ്സിലാക്കാനായി പലരും സമർത്ഥനും ഉത്സാഹിയുമായ ആർച്ചി റൂസ്വെൽറ്റുമായി സംസാരിച്ചു. ഒരുപക്ഷെ നന്ദിയില്ലാത്തതും സമയം വേണ്ടതുമായ ട്രഷറർമാരുടെ ജോലി അദ്ദേഹം അടുത്ത കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നു. അടിസ്ഥാന വിഭാഗങ്ങളും നഗരത്തിലെ ആളുകളും ഇത് പറയാൻ തുടങ്ങി. നമ്മുടെ പുതിയ നോൺ ആൽക്കോളിക് സുഹൃത്ത് ആർച്ചി വർഷങ്ങളിൽ നമ്മുടെ പണസമ്പത്ത് പരിപാലിക്കുകയാണെങ്കിൽ വർഷത്തിൽ 2 തവണയെങ്കിലും നമ്മുടെ പോക്കറ്റിൽ നിന്നും $2 എടുക്കേണ്ടി വരും എയുടെ ബഡ്ജറ്റ് ക്രമീകരിക്കാൻ. Right up front, among the biggest eye-openers of the convention were Al-Anon family groups meeting, which bore the titles Meet the Staff, The Children of Alcoholics, Adjustment Between Husbands and Wives, and The 12 Steps. In St. Louis, many a skeptical AA had his first look at this movement within a moment and learned with astonishment with the family groups had jumped from 70 to 700 in only 3 years, and that right now a brand new one was popping up in the world about every day. Louis Hard and speakers from many areas told us that the family groups had a world clearinghouse, much like AS headquarters, and that already there was literature, the beginning of a magazine, and even a new book. നമ്മുടെ കണ്ണു തുറപ്പിച്ച കൺവെൻഷനിലെ മറ്റൊരു വലിയൊരു കാര്യം അലനോൺ ഫാമിലി ഗ്രൂപ്പുകളായിരുന്നു. അപ്പോൾ അടുത്ത ഭാഗം അലനോൺ ഫാമിലി ഗ്രൂപ്പുകളെ കുറിച്ചാണ്. നമ്മുടെ കണ്ണു തുറപ്പിച്ച കൺവെൻഷനിലെ മറ്റൊരു വലിയ കാര്യം അലനോൺ ഫാമിലി ഗ്രൂപ്പുകളായിരുന്നു. അവരുടെ വിഷയങ്ങളായിരുന്നു. എന്തൊക്കെയാണ് അവരുടെ വിഷയങ്ങൾ? ജീവനക്കാരെ കണ്ടുമുട്ടുക എന്നൊരു വിഷയം, മദ്യാസക്തരുടെ കുട്ടികൾ അതൊരു മറ്റൊരു വിഷയം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ധാരണകൾ അതൊരു വിഷയമായിരുന്നു, 12 പടികൾ ഒരു വിഷയമായിരുന്നു. സെന്റ് ലൂയിസിലെ കൺവെൻഷനിൽ സംശാലുവായ ഒരു അംഗത്തിന് പ്രസ്ഥാനത്തിനുള്ളിലെ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ഉദയം അത്ഭുതത്തോടെ നോക്കിക്കാണാനാകും. ഫാമിലി ഗ്രൂപ്പുകൾ 70 നിന്ന് 700 എന്ന തോതിൽ ഇത് ആഗോളതലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ലൂയിസും മറ്റു ചില പ്രാസംഗികരും എന്നോട് പറഞ്ഞത്, ഫാമിലി ഗ്രൂപ്പിന് എയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പോലെ തന്നെ വേൾഡ് ക്ലിയറിംഗ് ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ സാഹിത്യങ്ങളുണ്ട്, ഒരു മാഗസിൻ തുടങ്ങുന്നതിനെ കുറിച്ചും ഒരു പുതിയ പുസ്തകത്തെക്കുറിച്ച് പോലും അവർ ആലോചിക്കുന്നുണ്ട്. Many AS had wondered what these family groups were all about. Were they gossip clubs, commiseration societies? Were they coffee and cake auxiliaries?
auxiliaries. Did they divert AI from its single purpose of sobriety? The family group meetings provided the answers. These new groups were not also runs to AA, nor were the gossips factories. The families of alcoholics, wives, husbands, mothers, fathers, and children were pointing AA's principles right straight at themselves and at nobody else. എന്തിനാണ് ഈ ഫാമിലി ഗ്രൂപ്പ്? പലർക്കും അത് അറിയില്ലായിരുന്നു. പരദൂഷണത്തിന്റെ ക്ലബ്ബുകളാണോ അത്? പരസ്പര സഹതപിക്കുന്ന സംഘങ്ങളാണോ? വെറും ചായ കൂടി സംഘങ്ങളാണോ? അതിന്റെ പ്രാഥമിക ഉദ്ദേശത്തു നിന്നും അവിടെ വ്യതിചലിപ്പിക്കുമോ? ഉത്തരങ്ങൾ ഫാമിലി ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ നിന്ന് അവർക്ക് ലഭിച്ചു. ഈ പുതിയ ഗ്രൂപ്പുകൾ യിലേക്ക് കടന്നു കയറുന്നില്ല എന്ന് മാത്രമല്ല, അത് പരദൂഷണ ഫാക്ടറികളുമല്ല. മധ്യസ്ഥന്റെ കുടുംബത്തിലെ അംഗങ്ങൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, കുട്ടികൾ, അവർ എയുടെ തത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കുകയാണ്. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുകയല്ല ചെയ്യുന്നത്. അടുത്ത ഭാഗം. The family group speakers asked and answers plenty of questions like this. Weren't we just as powerless over alcohol as the alcoholists themselves? Sure, we were. And when we found that out, weren't we often filled with just as much bitterness and self-pity as the alcoholics ever had been? Yes, that was sometimes a fact. After the first tremendous relief and happiness which resulted when AA came along, hadn't we often slipped back into secret and deep hurt that AA had done the job and we hadn't? For many of us, that was certainly so, not realizing that alcoholism is an illness. Hadn't we taken sides with the kids against the drinking member? Yes, we had often done that, not to their damage. Now, no wonder then that when sobriety came, the emotional benders in our homes often went right on and sometimes got worse. ഫാമിലി ഗ്രൂപ്പുകളെ കുറിച്ച് തന്നെയാണ് ആ പാരഗ്രാഫ് പറയാ. നമുക്ക് തുടർന്ന് നോക്കാം. ഫാമിലി ഗ്രൂപ്പിൽ സംസാരിച്ചവർ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം നൽകുകയും ചെയ്തു. ഞങ്ങളും മദ്യാസക്തരെ പോലെ മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനരല്ലേ? അതെ, തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ അതടഞ്ഞപ്പോൾ മദ്യാസക്തരെ പോലെ കയ്പും കാഠിന്യവും സ്വയം സഹതാപവും നിറഞ്ഞവരുമായില്ലേ? അതെ, ചിലപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അതങ്ങനെ തന്നെയായിരുന്നു. എയിലെത്തിയപ്പോൾ വലിയ ആശ്വാസവും സമാധാനവും തോന്നി. അത് ചെയ്തിരിക്കുന്നു. ഞങ്ങളല്ല, അതൊരു തരം പുനർപതനത്തിലേക്കും മുറിപ്പെടുത്തലുകളിലേക്കും വഴുതി വീഴ്ത്തുന്ന ഞങ്ങൾക്ക് പലർക്കും അതങ്ങനെയായിരുന്നു. മദ്യാസക്തി ഒരു രോഗമാണെന്ന് തിരിച്ചറിയാതെ കുട്ടികളെ പക്ഷം ചേരാൻ പ്രേരിപ്പിച്ചില്ലേ? മദ്യാസക്തിനെതിരാക്കിയില്ലേ? നമ്മുടെ കുട്ടികളെ മദ്യാസക്തിനെതിരാക്കിയില്ലേ? അത് വലിയ നാശം വരുത്തിയില്ലേ? സുബോധം കൈവന്നപ്പോൾ ഞങ്ങളുടെ വൈകാരിക വശങ്ങൾ ചിലപ്പോൾ ശരിയായിരുന്നു, ചിലപ്പോൾ മോശമായിരുന്നു. ഇതിൽ അത്ഭുതപ്പെടാനില്ല. As the AS listened, the family group speakers continued. Could we find an answers for all of this? At first, no. The AA meetings sometimes helped us, but not enough. We got a better understandings of the alcoholic problem, but not enough of our own condition. We thought AA's 12 steps were wonderful for alcoholics, but didn't think we had to take them too seriously. After all, we had been doing our best. There was nothing much worse wrong with us. So we reasoned and so we complained. When things continued to go badly at home, or often of things went well, we turned complacent or maybe rather jealous of all the time our partners thought they had to spend on AA. അപ്പോൾ അടുത്ത ഫാമിലി ഗ്രൂപ്പിനെ പറ്റി പറയാണ്. എക്കാർ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഫാമിലി ഗ്രൂപ്പ് അംഗങ്ങൾ തുടർന്നു. ഞങ്ങൾക്കെതിരെ ഇതിനൊക്കെ ഉത്തരമുണ്ടോ? ആദ്യം ഇല്ല. മീറ്റിംഗ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ അത് പോരാ. ഞങ്ങൾക്ക് മദ്യാസക്തിയെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പോരാ. 12 പടികൾ എക്കാർക്ക് അത്ഭുതകരമായ വിധം നല്ലതാണ്, പക്ഷെ ഞങ്ങൾ അത് ഗൗരവത്തിലെടുത്തില്ല. ഞങ്ങൾ പരമാവധി നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് അധികം കുറ്റങ്ങളില്ല. വീട്ടിലെ കാര്യങ്ങൾ മോശമായി പോയപ്പോഴൊക്കെ ഞങ്ങൾ പരാതികൾ പറഞ്ഞു. കാര്യങ്ങൾ നന്നായി പോയപ്പോൾ ഞങ്ങൾ അലംഭാവം കാണിച്ചു. കാര്യങ്ങൾ നന്നായി പോയപ്പോൾ ഞങ്ങൾ അനുഭവം കാണിച്ചു. ഞങ്ങളുടെ പങ്കാളികൾ അധിക സമയവും എയിൽ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ വലിയ അസൂയാലുക്കളായി. അപ്പൊ അടുത്ത ഭാഗം.
അത് ഫാമിലി ഗ്രൂപ്പിന്റെ തന്നെയാണ്. But when the family groups were formed, those notions and attitudes began to change, and the changes was mainly in us. The transformation really set in where we began to practice AS 12 steps in daily living, in all our affairs, and in the company of those who were able to understand our problems as no alcoholic partner could. അപ്പോൾ പക്ഷേ ഫാമിലി ഗ്രൂപ്പുകൾ തുടങ്ങിയപ്പോൾ ഈ ധാരണകളും മനോഭാവങ്ങളും മാറാൻ തുടങ്ങി. മാറ്റം പ്രധാനമായും ഞങ്ങളിലായിരുന്നു. ദൈനംദിന ജീവിതത്തിൽ എയുടെ 12 പടികൾ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് പരിവർത്തനങ്ങൾ ഉണ്ടായത്. മദ്യാസക്തന്റെ ഒരു പങ്കാളിക്ക് കഴിയാതെ പോയത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നപ്പോൾ സാധ്യമായി. The family group we seen men and women, even those with active alcoholic on their hands, shake off their miseries and begin to live serenely, without blame or recrimination. We have seen many a partner whose mate was sober in AA but still hard to live with, completely alter his or her drinking. Finally, we have seen badly bent children straighten around and begin to respect and love their parents once more. We have seen many kinds of pride and fear and dominations and nagging and maddening possessiveness just melted away by the 12 steps as we practice them in the home. Like our AA partners, we family groupers are now getting the tremendous dividend which comes from the practice of step 12, carrying the message. And the message of our family group is this: you can have more than alcoholic sobriety in our own family. You can have emotional sobriety too. Even if the rest of the family about you hasn't yet found stability, you can still have yours. And your own emotional sobriety often can hasten the happy day of change for them. Many an AA member who saw the family groups in action and in St. Louis said afterward, "This is one of the best things that has happened since AA began." അപ്പോൾ പ്രവർത്തിക്കുന്ന ഞങ്ങൾ അപ്പം ഞങ്ങളുടെ പങ്കാളികൾ അധിക സമയവും എയിൽ പ്രവർത്തിക്കുന്നതിൽ ഭാര്യമാരായ ഞങ്ങൾ അസൂയാലുക്കളായി. പക്ഷേ ഫാമിലി ഗ്രൂപ്പുകൾ തുടങ്ങിയപ്പോൾ ഈ ധാരണകളും മനോഭാവങ്ങളും ഞങ്ങളിൽ മാറാൻ തുടങ്ങി. മാറ്റം പ്രധാനമായും ഞങ്ങളിലായിരുന്നു. ദൈനംദിന ജീവിതത്തിൽ എയുടെ 12 പടികൾ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് പരിവർത്തനങ്ങൾ ഉണ്ടായത്. മദ്യാസക്തന്റെ ഒരു പങ്കാളിക്ക് കഴിയാതെ പോയത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിൽ വന്നപ്പോൾ സാധ്യമായി. തൻ്റെ പങ്കാളി ഇപ്പോഴും മദ്യാസക്തിയിലാണെങ്കിൽ പോലും ഫാമിലി ഗ്രൂപ്പിൽ എത്തുമ്പോൾ അവരുടെ സങ്കടങ്ങൾ മറന്ന് ശാന്തമായി പരാതികളില്ലാതെ ജീവിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പങ്കാളി സുബോധവാനാണെങ്കിലും ചിന്തയിൽ മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടുന്നവരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പങ്കാളി സുബോധവാനാണെങ്കിൽ പോലും തങ്ങളുടെ ചിന്തയിൽ മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടുന്നവരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവസാനമായി തലതിരിഞ്ഞു പോയ കുട്ടികൾ സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും കാണാം. 12 പടികൾ നാം വീടുകളിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അഹങ്കാരങ്ങളും പേടിയും ആധിപത്യവും കുറ്റപ്പെടുത്തലുകളും ഭ്രാന്തമായ അതീശത്വവും അലിഞ്ഞില്ലാതെയാകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പങ്കാളികളെ പോലെ 12-ാം പടി പ്രവർത്തനത്തിലൂടെ വലിയ ലാഭം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സന്ദേശം നൽകുന്നതിലൂടെയാണ് ഞങ്ങൾക്കത് ലഭിക്കുന്നത്. ഞങ്ങളുടെ സന്ദേശം ഇതാണ്: മദ്യവിമുക്തിക്കപ്പുറം വൈകാരിക സുബോധം കൂടി അത് പ്രദാനം ചെയ്യുന്നു. കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അത്തരമൊരു സ്ഥിരത ലഭിച്ചെങ്കിലും സ്ഥിരത ലഭിച്ചില്ലെങ്കിലും, അതായത് കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അത്തരമൊരു സ്ഥിരത ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങളുടെ വൈകാരിക സുബോധം മറ്റുള്ളവരുടെ സുബോധത്തെ ത്വരിതപ്പെടുത്തും. അതായത് ഫിസിക്കൽ ഫാമിലി ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നവർക്ക് മദ്യവിമുക്തിക്കപ്പുറം വൈകാരിക സുബോധവും കൂടി അത് പ്രദാനം ചെയ്യുന്നു. അടുത്ത വായിക്കുന്നത് ഫാമിലി ഗ്രൂപ്പുകളെ കുറിച്ച് സെന്റ് ലൂയിസിൽ പലരും പറഞ്ഞത് എക്ക് ശേഷം സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ഇത് തന്നെയാണ്. കൺവെൻഷൻ പ്രസ് റൂം കണ്ടപ്പോൾ ഇത് ബോധ്യമായി. അടുത്തത് പറയുന്നത് പ്രസ് റൂമിനെ കുറിച്ചാണ്. സെക്കൻഡ് ഓക്കെ, അടുത്ത് പറയുന്ന പ്രസ് റൂമിനെ കുറിച്ചാണ്. വെൻ ദേ സോ ദ കൺവെൻഷൻ press room, many visitors realized for the first time that good communications within and without were the actual
arteries in which AI's life giving blood circulates among us, and thence out to brother and sister have suffered everywhere. Sometimes more than slow word of mouth message carrying obviously had been required. Certainly not much 12-step work could ever have been done until the sick ones and their families had been reached and pursued that AI might offer hope for them. This kind of communication often required the goodwill of clergymen, doctors, employers, and friends, indeed, the goodwill of the public at large. For years, AS headquarters had used every possible means of enlisting such goodwill, and in addition to our own efforts, our friends of the press, newspapers, magazines, and later radio and televisions had told our story faithfully and often had reported eventful AA occasions whenever they occurred. Thus, they had drawn thousands of alcoholics into our membership and were still doing so. അടുത്ത് പറയുന്നത് ഫാമിലി ഗ്രൂപ്പ് അല്ല പ്രസ്സിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ ഫാമിലി ഗ്രൂപ്പുകളെ കുറിച്ച് സെന്റ് ലൂയിസ് പലരും പറഞ്ഞത് എക്ക് ശേഷം സംഭവിച്ച ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. എക്ക് അത് കൂടുതൽ മനസ്സിലായ കൺവെൻഷനിലെ പ്രസ് റൂം കണ്ടപ്പോഴാണ് അത് കൂടുതൽ ബോധ്യമായത്. ആദ്യമായി നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളിലും പുറത്തും നടക്കുന്നുണ്ട്. നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ജീവൻ നൽകുന്ന ജീവരക്തമൊഴുകുന്ന സിരകളാണിവ. വായ്മൊഴിയായി അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് വായ്മൊഴിയായി നൽകപ്പെടുന്ന സന്ദേശങ്ങൾക്ക് അപ്പുറം ചിലത് ആവശ്യമാണ്. രോഗാതുരകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന സന്ദേശം 12-ാം പടി പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നല്ല. ഇത്തരം ആശയവിനിമയങ്ങൾ പുരോഹിതന്മാരിലൂടെയും സുഹൃത്തുക്കളിലൂടെയും തൊഴിലുടമകളിലൂടെയും സമൂഹത്തിൽ പോലും അവരുടെ കാരുണ്യം നമുക്ക് ലഭ്യമാക്കും. വർഷങ്ങളായി ഇത്തരം സദുദ്ദേശങ്ങളെ എ ഹെഡ്ക്വാർട്ടേഴ്സ് പരിഗണിച്ചിട്ടുണ്ട്. സ്വന്തം പരിശ്രമങ്ങൾക്കൊപ്പം നമ്മുടെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകരും പത്രങ്ങളും മാഗസിനുകളും വിശ്വസ്തയോടെ പറയുകയും ഓരോ പരിപാടികളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആയിരക്കണക്കിന് അംഗങ്ങളെ അവർ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും അത് അവർ ചെയ്യുന്നു. They had not done this, of course, without help from us. Years ago, we found that accurate and effective publicity about AA simply does not manufacture itself. Our overall public relations couldn't be left entirely to chance encounters between reporters and AA members who might not be well informed about our fellowship as a whole. This kind of unorganized simplicity often garbled the true story of AA and kept people away from us. A badly slanted press could prolong preventable suffering and even result in unnecessary death. നമ്മുടെ സഹായമില്ലാതെ പ്രസ്സുകാർക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധ്യമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പേ കൃത്യവും ഫലപ്രദമായ പ്രചരണമില്ലാതെ വെറുതെ ഇത് സംഭവിക്കില്ലെന്ന് നമുക്കറിയാം. യാദൃശ്ചികമായി സംഭവിക്കുന്നത് നമ്മുടെ അംഗങ്ങളുമായിട്ടുള്ള കണ്ടുമുട്ടലുകളിൽ നിന്നല്ല. വ്യക്തമായ ധാരണകളും നമ്മുടെ കൂട്ടായ്മയെ കുറിച്ചുള്ള അറിവും ഇതിനാവശ്യമാണ്. സംഘടിതമല്ലാത്ത ഇത്തരം ലാളിത്യം പലപ്പോഴും നമ്മുടെ യഥാർത്ഥ കഥകൾ ജനങ്ങളിലേക്ക് എത്താതെ പോകുന്നു. തെറ്റായി ധരിക്കപ്പെട്ട ഒരു മാധ്യമം നമ്മുടെ യാതനകളെ നീട്ടിക്കൊണ്ടുപോകുന്നു അനാവശ്യമായി മരണങ്ങളിലേക്കും. Unnecessary deaths. A badly slanted press could prolong preventable suffering and even result in unnecessary death. അതായത് ഈ മാധ്യമങ്ങൾ നമ്മുടെ യഥാർത്ഥ കഥകൾ ജനങ്ങളിൽ എത്താതെ പോകുന്നു. അധികം ലാളിത്യം സൂക്ഷിച്ചാൽ തെറ്റായി ധരിപ്പിക്കപ്പെട്ട ഒരു മാധ്യമം നമ്മുടെ യാതനകളെ നീട്ടിക്കൊണ്ടുപോകും അനാവശ്യമായ മരണങ്ങളിലേക്കും. അടുത്ത ഭാഗം പറയുന്നത് ജാക്ക് അലക്സാണ്ടറുടെ ലേഖനത്തെക്കുറിച്ചാണ്. When in 1941 the Saturday Evening Post assigned Jack Alexander to scout AA for a feature story, we had already learned our lesson. Therefore, nothing was left to chance. Had Jack been able to get to St. Louis for the convention, he himself could have told how skeptical he had been of this assignment. He had just finished doing a piece on the
jersey rackets, and he didn't believe anybody on stack of Bibles a mile high. 1941 ജാക്ക് അലക്സാണ്ടറുടെ സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിൽ ലേഖനം എഴുതാൻ അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ നാം അപ്പോഴേക്കും ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. അവസരങ്ങൾക്കായി ഒന്നും ബാക്കി വെച്ചില്ല. സെന്റ് ലൂയിസിൽ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ജാക്കിന് സാധിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ പറയുമായിരുന്നു എത്ര കരുതലോടെയാണ് താൻ ആ ദൗത്യം ഏറ്റെടുത്തതെന്ന്. ജേഴ്സി റാക്കറ്റുകളെ കുറിച്ച് എഴുതി തീർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1 മൈൽ ഉയരത്തിൽ ബൈബിളിലെ മുകളിൽ നിൽക്കുന്ന ഒരാളെ അദ്ദേഹം വിശ്വസിക്കുമായിരുന്നില്ല. He didn't believe anybody on a stack of Bibles a mile high. ഒരു മൈലിന് മുകളിൽ നിൽക്കുന്ന 1 മൈലോളം ബൈബിളിലെ മുകളിൽ നിൽക്കുന്ന ഒരാളെ അദ്ദേഹം വിശ്വസിക്കുമായിരുന്നില്ല. ആഫ്റ്റർ ജാക്ക് checked in with us at headquarters, we took him in tow for nearly a whole month. In order to write his powerful article, he had to have our fullest attention and carefully organized help. We gave him our records, opened the books, introduced him a non-alcoholic trustees, fixed up interviews with the AAs for every description, and finally showed him the AA sites from New York and Philadelphia all the way to Chicago via Akron and Cleveland. Although he was not an alcoholic, Jack soon became a true AA convert in spirit. When at last he sat down at his typewriter, his heart was in it. He was no longer on the outside of AA looking in. He was really inside looking out. As soon as the article appeared, 6,000 frantic inquiries hit our New York post office. Jack's piece made Alcoholics Anonymous a national institution, and it also made him one of our greatest friends and finally one of our trustees. ജാക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിയ ശേഷം 1 മാസത്തേക്ക് അദ്ദേഹത്തെ അവിടെ ഞങ്ങൾ തളച്ചിട്ടു. ശക്തമായ ഒരു ലേഖനം എഴുതാൻ ഞങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധയും കൃത്യമായ ആസൂത്രണവും അതിനാവശ്യമായിരുന്നു. ഞങ്ങളുടെ റെക്കോർഡുകൾ ഞങ്ങൾ അദ്ദേഹത്തിന് നൽകി. പുസ്തകങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ പുറത്തു വെച്ചു. മധ്യാസക്തരല്ലാത്ത ട്രസ്റ്റിമാരെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. എല്ലാ തരത്തിലും പെട്ട അംഗങ്ങളുമായി കൂടിക്കാഴ്ചകൾ തരപ്പെടുത്തി. ഒടുവിൽ ന്യൂയോർക്കിൽ നിന്നും ഫിലാഡൽഫിയയിൽ നിന്നും അക്രോൺ, ക്ലേവ്ലാൻഡ് വഴി ചിക്കാഗോയിലേക്കുള്ള ഒരു AA കാഴ്ചകൾ ഞങ്ങൾ അദ്ദേഹത്തിന് കാട്ടി കൊടുത്തു. അദ്ദേഹം ഒരു മധ്യാസക്തനായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ജാക്ക് യഥാർത്ഥത്തിൽ ഒരു AA മാർഗം സ്വീകരിച്ച് AAയിൽ ചേർന്നവനായി, അല്ലെങ്കിൽ AA-കാരനായി. അവസാനം ജാക്ക് ടൈപ്പ് റൈറ്ററിന് മുന്നിലിരുന്നു. അയാളുടെ ഹൃദയം അതിലുണ്ടായിരുന്നു. അയാൾ ഒരിക്കലും പുറത്തുനിന്ന് AAയിലേക്ക് നോക്കുന്നവനായിരുന്നില്ല. AAയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുന്നവനായിരുന്നു. ലേഖനം പുറത്തു വന്നയുടനെ വേവലാതി പൂണ്ട 6000 അന്വേഷണങ്ങൾ നമ്മുടെ ന്യൂയോർക്കിലെ പോസ്റ്റ് ഓഫീസിലെത്തി. ജാക്കിന്റെ ലേഖനം ആൽക്കോളിക്സ് അനോണിമസിന്റെ ഒരു ദേശീയ സ്ഥാപനമായി ഉയർത്തി. അത് അദ്ദേഹത്തെ നമ്മുടെ ശ്രേഷ്ഠനായ സുഹൃത്താക്കി. അവസാനം നമ്മുടെ ട്രസ്റ്റിമാരിൽ ഒരാളായി മാറി. The kind of help we gave Jack Alexander, our organized service of public information, is the vital ingredient in our public relations that most AAs have never seen. But in the St. Louis press room, the visitors did see one aspect of it working this time for the convention itself. There sat A.S. Ralph handling our contacts with the press. He was surrounded by phones, typewriters, piles of releases, clip sheets, telegrams in and out, all the gadgets of his trade. Now what was he doing and why? Could this be a Bollywood promotion stunt? Something quite contrary to AA traditions. ജാക്കിന്റെ ലേഖനം ആൽക്കോളിക്സ് അനോണിമസിന്റെ ഒരു ദേശീയ സ്ഥാപനമായി മാറ്റി. അത് അദ്ദേഹത്തെ നമ്മുടെ ശ്രേഷ്ഠനായ സുഹൃത്താക്കി. അവസാനം നമ്മുടെ ട്രസ്റ്റിമാരിൽ ഒരാളായി. അടുത്ത ഭാഗം. നാം ജാക്ക് അലക്സാണ്ടറിന് നൽകിയ സഹായം, സംഘടിതമായ നമ്മുടെ പൊതുജന സമ്പർക്കം, എത്ര നിർണായകമായ ഒന്ന് നാം ഇതിനു മുമ്പ് ദർശിച്ചിട്ടില്ല. സെന്റ് ലൂയിസിലെ പ്രസ് റൂമിൽ ഒരാൾക്കിത് നേരിട്ട് കാണാം. കൺവെൻഷന് വേണ്ടിയാണ് ഇത്തവണ അത് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇരുന്ന് AAയുടെ റാൽഫ് നമ്മുടെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അയാൾക്ക് ചുറ്റും ഫോണുകൾ, ടൈപ്പ് റൈറ്ററുകൾ, കെട്ടുകണക്കിന് പേപ്പറുകൾ, ടെലിഗ്രാഫുകൾ എല്ലാം അദ്ദേഹത്തിന്റെ സംവിധാനങ്ങളാണ്. അയാൾ എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഈ കോലാഹലങ്ങൾ ഒരു പ്രചരണ തന്ത്രമാണോ? ഇതൊക്കെ യഥാർത്ഥത്തിൽ AA പാരമ്പര്യങ്ങൾക്ക് എതിരല്ലേ? Not a bit of it. Ralph was handling this job simply to help our friends of press, radio and television. The whole world wanted to know about our 20th anniversary
Newspapers and magazines wanted interviews and press releases. Radio and television broadcasters wanted to arrange for interviews. People wanted us to explain what we meant when we said that AI had come of age. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ പാരമ്പര്യങ്ങൾക്കെതിരല്ലേ? ഒരിക്കലുമല്ല. റാൽഫ് ഈ ജോലി ചെയ്യുന്നത് പ്രസ്സിലെയും റേഡിയോയിലെയും ടെലിവിഷനിലെയും നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. ലോകം മുഴുവൻ നമ്മുടെ 20ാം വാർഷികത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. പത്രങ്ങളും മാസികകളും ഇന്റർവ്യൂകളും പ്രസ് റിലീസുകളും ആഗ്രഹിക്കുന്നു. റേഡിയോകളും ടെലിവിഷനും പ്രക്ഷേപണങ്ങൾ നടത്താൻ ഇന്റർവ്യൂകൾ ആഗ്രഹിക്കുന്നു. AI വളർച്ചയെത്തി. ഓക്കെ, AI വളർച്ചയെത്തി എന്ന് നാം പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്നറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പീപ്പിൾ വാണ്ടഡ് ടു അസ് ടു എക്സ്പ്ലെയിൻ വാട്ട് വി മീൻ വെൻ വി സെഡ് ദാറ്റ് AI ഹാഡ് കംസ് ഓഫ് ഏജ്. AI വളർച്ചയെത്തി എന്ന് നാം പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്നറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത പാരഗ്രാഫ്. Our friends in AI and millions outside wanted to read and hear and see what it was certainly up to us to help. It was not always a questionicate with us, especially alcoholics and families who were still suffering. The city fathers of St. Louis sent their warmest congratulations, and this reminded us of this generosity in giving the use of the Kale Auditorium free of charge. We were further reminded of the wonderful cordiality of the local groups in town, the hospitals, clubs, and the many parties. അപ്പോൾ AI നമ്മുടെ സുഹൃത്തുക്കളും പുറത്തുള്ള ലക്ഷക്കണക്കിന് ആളുകളും വായിക്കുവാനും കേൾക്കുവാനും കാണുവാനും ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കിത് സഹായിക്കുന്നതിനുള്ള അവസരമാണ്. ഞങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെടുന്നതിന് പകരം പലപ്പോഴും അവർ ഇങ്ങോട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴും സഹിക്കുന്ന മദ്യാസക്തരും അവരുടെ കുടുംബാംഗങ്ങളും സെന്റ് ലൂയിസിൽ നഗരപിതാക്കന്മാർ നമുക്ക് അനുമോദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ ഉദാരത വെളിപ്പെടുത്തിക്കൊണ്ട് കേൽ ഓഡിറ്റോറിയം നമുക്ക് സൗജന്യമായി അവർ തന്നിരിക്കുന്നു. നഗരത്തിലെ ഗ്രൂപ്പുകളും ക്ലബ്ബുകളും പാർട്ടികളും അവരുടെ സൗഹൃദം നമ്മെ അറിയിച്ചിരിക്കുന്നു. എല്ലായിടങ്ങളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും AI-ക്കാരിൽ നിന്നും നമ്മുടെ ടെലിഗ്രാമുകൾ വന്നിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെ വായിക്കാം. That telegram came to us in the Kale Auditorium from AI people and groups anywhere. One of the brightest highlights of the convention appeared in this message. Dateline the White House Center, the President of the United States. Please convey to all who participate in our 20th anniversary gathering my good wishes for a successful meeting. Your society record of growth and service is an inspiration to those who, through research, perseverance and faith, move forward to the solution of many serious personal and public health problems. D. Eisenhower. അപ്പോൾ അടുത്ത് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു ടെലിഗ്രാമിനെ കുറിച്ചാണ്. അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് കിട്ടിയ ടെലിഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലായിടത്തു നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും AI-ക്കാരിൽ നിന്നും നമ്മുടെ ടെലിഗ്രാമുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെ വായിക്കാം. വൈറ്റ് ഹൗസ്, അമേരിക്കൻ പ്രസിഡന്റ്, ദയവായി നിങ്ങളുടെ 20ാം വാർഷികത്തിൽ വിജയകരമായി ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരെയും എൻ്റെ ആശംസകൾ അറിയിക്കുക. നിങ്ങളുടെ സമൂഹത്തിൻ്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും റെക്കോർഡുകൾ മനുഷ്യ സമൂഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ റിസർച്ചുകളും മുൻകരുതലുകളും ഗൗരവതരത്തിലെടുക്കുന്നവർക്ക് പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോയ്റ്റ് ഡി ഐസനോവർ ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് എഴുതിയ ടെലിഗ്രാം. അടുത്തത്. When this telegram was read to the convention, we experienced great elations mixed with deep humility. AI had indeed comes of age. In the eyes of the world, we had now become full and responsible citizen once more. ഈ സന്ദേശം കൺവെൻഷനിൽ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയ ആവേശവും അതുപോലെ തന്നെ വിനയവും തോന്നി. AI വളർച്ചയിലെത്തിയിരിക്കുന്നു. ലോകത്തിന് മുമ്പിൽ നാം പൂർണ്ണ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മാറിയിരിക്കുന്നു. The last day of the convention moved from morning crescendo to afternoon climax. At 11:30 a.m., we began the meeting. God, as we understood him. Deep silence fell as Dr. Jim as the AA speaker told of his life experience and the serious drinking that led to the crisis which had brought about his spiritual awakening. He enacted for us his struggle to start the very first group among Negroes, his own people, aided by a
tireless and eager wife, he had turned his time into a combined hospital and a meeting place for it all, as he told how early failure had finally been transformed under God's grace into amazing success. We who listened realized that AI not only could cross seas and mountains and boundaries for language and nation, but could surmount obstacles of race and creed as well. അവസാനത്തെ ദിവസത്തെ കുറിച്ചാണ് പറയാ. കൺവെൻഷന്റെ അവസാന ദിവസം പ്രഭാതത്തിൽ ആരംഭിച്ച് സായാഹ്നത്തിൽ അത് ക്ലൈമാക്സിലെത്തി. അവിടെ രാവിലെ 11:30 മീറ്റിംഗ് തുടങ്ങി. ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം, അതായിരുന്നു വിഷയം. അത് അവതരിപ്പിച്ചത് ഡോക്ടർ ജിം. തന്റെ ഗുരുതരമായ മദ്യപാനം എങ്ങനെയാണ് ആത്മീയ ഉണർവിലെത്തിച്ചതെന്ന് പറഞ്ഞപ്പോൾ സദസ് തികഞ്ഞ നിശബ്ദതയിലായിരുന്നു. തന്റെ സ്വന്തം ആളുകളുടെ ഇടയിൽ, നീഗ്രോകൾക്കിടയിൽ എങ്ങനെയാണ് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് വിവരിച്ചു. അദ്ദേഹം തന്റെ ഉത്സാഹവതിയായ ഭാര്യയ്ക്കൊപ്പം സ്വന്തം വീട്ടിൽ ചികിത്സയും ഗ്രൂപ്പും ആരംഭിച്ചു. സൗജന്യമായ ആദ്യകാല പരാജയങ്ങൾ സൗജന്യമായിട്ടാണ് ഈ ഗ്രൂപ്പ് ആരംഭിച്ചത്. ചികിത്സയും സൗജന്യമായിരുന്നു. ആദ്യകാലത്ത് ഒരുപാട് പരാജയങ്ങൾ എങ്ങനെയാണ് പിന്നീട് വിജയത്തിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കടലുകളും മലകളും മതിലുകളും ഭാഷയും മാത്രമല്ല അതിജീവിക്കുന്നത്, ജാതിയുടെയും വർഗത്തിന്റെയും തടസ്സങ്ങളെയും അതിജീവിക്കും. A great cheer of welcome greeted Father Ed Dowling. As in reference to his previous lameness, he made his way to the election. Father Dowling of the Jesuit order in St. Louis is intimately known to AS for 1,000 miles and more around. Many in the convention audience remembered with gratitude his ministry to their spiritual needs. St. Louis old-timers recalled how he helped start their groups. It had turned out to be largely Protestant, but this fazed him not a bit. Some of us could remember his first piece about us in the Funes work. The Sodality magazine, he had been the first to note how closely in principle a 12 steps paralleled a part of the exercise of St. Ignatius, a basic spiritual discipline of the Jesuit order. He had boldly written in effect to all alcoholics and especially to those of his own faith. Folks, A is good. Come on, get it. And this they certainly had done. His ആട് first, എല്ലാടെ ഇതിലുണ്ടല്ലോ അല്ലേ? his first written word were the beginning of the wonderfully benign influences in favor of our fellowship, the total of which no one will ever be able to compute. അപ്പോൾ കൺവെൻഷന്റെ അവസാന ദിവസമാണ്. പ്രഭാതത്തിൽ ആരംഭിച്ചത്. ആദ്യം ഡോക്ടർ ജിം ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്ലാക്സിൻ്റെ അല്ലെങ്കിൽ നീഗ്രോകൾക്കിടയിൽ എങ്ങനെയാണ് മീറ്റിംഗ് തുടങ്ങിയെന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം പറയുന്നത് ഫാദർ എഡ് ഡൗളിങ്ങിനെ കുറിച്ചാണ്. മുടന്ത് വകവയ്ക്കാതെയാണ് ഫാദർ എഡ് ഡൗളിങ് വേദിയിലേക്ക് എത്തിച്ചത്. മുടന്ത് വകവയ്ക്കാതെയാണ് ഫാദർ എഡ് ഡൗളിങ്ങിനെ വേദിയിലേക്ക് എത്തിച്ചത്. വർദ്ധിച്ച ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. ജസ്യൂട്ട് ഓർഡറിലെ ഫാദർ ഡൗളിങ്ങിനെ സെന്റ് ലൂയിസിലെ എക്ക് അടുത്തറിയാം. 1000 മൈൽ ചുറ്റളവിലെങ്കിലും അദ്ദേഹം സുപരിചിതനാണ്. കൺവെൻഷനിലുള്ള പലർക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന്റെ ആത്മീയ സഹായം എത്ര ലഭിച്ചുവെന്നും ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ സഹായിച്ചതും പഴമക്കാർ ഓർമ്മിക്കുന്നു. ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായിരുന്നെങ്കിലും അത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയില്ല. സൊഡാലിറ്റി മഗസിനായ ദ ക്യൂൻസ് വേർഡ് അദ്ദേഹത്തിന്റെ ആദ്യ ലേഖനം എല്ലാവരും ഓർമ്മിപ്പിക്കും. ജസ്യൂട്ട് ഓർഡറിലെ ചട്ടങ്ങൾ സെന്റ് ഇഗ്നേഷ്യസിന്റെ അനുഷ്ഠാനങ്ങളാണ്. അവയാകട്ടെ എയുടെ 12 പടികളുമായി ചേർന്ന് പോകുന്നു. ഇത് ശ്രദ്ധിച്ചത് ഡൗളിംഗ് ആണ്. അദ്ദേഹം എല്ലാ മദ്യപാനികളെയും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസികളെയും ആഹ്വാനം ചെയ്തു. ജനങ്ങളെ, എ നല്ലതാണ്, വരിക, സ്വീകരിക്കുക. അവർ അത് തന്നെയാണ് ചെയ്തതും. അദ്ദേഹത്തിന്റെ ആദ്യ എഴുതപ്പെട്ട വാക്കുകൾ തന്നെയായിരുന്നു അത് അത്ഭുതകരമായ സ്വാധീനം നമ്മുടെ കൂട്ടായ്മയ്ക്ക് നേടിത്തന്നത്. ആർക്കും നിർണയിക്കാനാവാത്ത വിധം തമാശയും ഉൾക്കാഴ്ചയും ചേർന്ന്. His first written word were the beginning of a wonderful benign influence in favor of our fellowship, the total of which no one will ever be able to compute.
അടുത്ത ഭാഗം ഫാദർ എഡ്വേർഡ് സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. Father Eds talked to us. The convention that Sunday morning flashed with humor and a deep insight. As he spoke, the memory of his first appearance in my own life came back to me, and as fresh as though it were yesterday. One wintry night in 1940, in a old 24th Street Club in New York, I had gone to bed at about 10 o'clock with a severe dose of self-pity and my imaginary ulcer. Louis was out somewhere. Hail and sleet beat on the tin roof over my head. It was a wild night. The club was deserted except for old Tom, the retired fireman, that diamond in the rough, lately salvaged from Rockland Asylum. The front doorbell clanged, and a moment later, Tom pushed open my bedroom door. "Some bum," said he, "from St. Louis is down there and wants to see you." "Oh Lord," I said, "not another one. And at this time of night? Oh well, bring him up." അപ്പൊ ഇത് പറയുന്നത് ആദ്യമായിട്ട് ബിൽ വിൽസൺ ഫാദർ എഡ്വേർഡ് ഡൗളിങ്ങിനെ കാണുന്നതിനെ കുറിച്ചാണ്. ഇത് പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങിൽ പലരും സംസാരിക്കാറുള്ള ഒരു വിഷയമാണ്. ബുക്ക് ഇറങ്ങിയിരിക്കുന്നു. 1940 ബിൽ ഡബ്ല്യുക്ക് ഒരു സ്വന്തമായിട്ട് വീടില്ല. അദ്ദേഹം സൈബീരിയ എന്ന് അദ്ദേഹം തമാശയ്ക്ക് വിളിക്കുന്ന ഒരു വീട്ടിലാണ് മറ്റുള്ളവരുടെ സഹായത്താൽ താമസിക്കുന്നത്. ടിൻ ഷീറ്റാണ്, ചൂടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വളരെ തണുത്ത ഒരു സമയത്താണ് താമസിക്കുന്നത്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹം പറയുന്നതിലേക്ക് പോകാം. ഫാദർ എഡ് ഞായറാഴ്ച രാവിലെ നമ്മോട് സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആദ്യം കടന്നു വന്നത് ഇന്നലെ പോലെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതായത് അത്ഭുതകരമായ സാധനക്കൂട്ടം തമാശ. ഇപ്പം ഫാദർ എഡ് വളരെ തമാശക്കാരനും വളരെ ഉൾക്കാഴ്ച ഉള്ളവനുമായിരുന്നു. അപ്പോൾ ഞായറാഴ്ച രാവിലെ കൺവെൻഷനിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ആദ്യം കടന്നു വന്നത് ഇന്നലെ പോലെ ഞാൻ ഓർക്കുകയാണ്. 1940 ഒരു തണുത്ത രാത്രിയിൽ 10 മണിക്ക് സ്വയം സഹതാപവും അൾസർ ചിന്തയുമായി, അതായത് ബിൽ ഡബ്ല്യുവിന് ഒരു അൾസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിന്തകളൊക്കെ ആയിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഈ സൈബീരിയ എന്ന് വിളിക്കുന്ന ആ വീട്ടിലാണ് അദ്ദേഹം കടന്നത്. ന്യൂയോർക്കിലെ ഓൾഡ് 24th സ്ട്രീറ്റ് ക്ലബ്ബിൽ ലൂയിസ് പുറത്തെവിടെ പോയതായിരുന്നു. അപ്പം ലൂയിസ് ഓൾഡ് 24th സ്ട്രീറ്റ് ക്ലബ്ബ് എന്നാണ് വിളിക്കുക. അപ്പം ലൂയിസ് പുറത്തെവിടെയോ പോയതായിരുന്നു. ഹാഡ് ഗോൺ ടു ബെഡ് അറ്റ് 10 o'clock വിത്ത് സെർവ് ഡൺ ഓഫ് സെൽഫ് പിറ്റി ആൻഡ് ഇമാജിനറി അൾസർ. അപ്പോൾ ഒരു ഭാവനാപരമായിട്ട് അൾസർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതായാലും ന്യൂയോർക്കിലെ ഓൾഡ് 24th ക്ലബ്ബിൽ ലൂയിസ് പുറത്തെവിടെ പോയതായിരുന്നു. തകര മേൽക്കൂരയിൽ കല്ല് മഴ പെയ്യുകയാണ്. വന്യമായ രാത്രി. റിട്ടയർഡ് ഫയർമാൻ ടോം അല്ലാതെ ക്ലബ്ബിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മോശം അവസ്ഥയിലും ഒരു മധ്യാസക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ടോം. അത് ബിൽ ഡബ്ല്യു കൊണ്ടേ താമസിപ്പിച്ചേക്കാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഫയർമാനാണ്. റോക്ക്ലാൻഡ് അസൈലത്തിൽ നിന്നും വീണ്ടെടുത്തൊരു പ്രശ്നമായിരുന്നു അത്. അതായത് റോക്ക് ലാൻഡ് അസൈലത്തിൽ നിന്ന്, റോക്ക്ലാൻഡിലെ അസൈലത്തിൽ നിന്നും ടോമിനെ അദ്ദേഹം മദ്യപാന പ്രശ്നമുള്ള ആളെ ബിൽ ഡബ്ല്യു ഇവിടെ താമസിപ്പിച്ചേക്കണം. മുൻവാതിൽ ഞരങ്ങി തുറക്കുന്നത് ഞാൻ കേട്ടു. ടോം അകത്തേക്ക് വന്ന് ആരോ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്നറിയിച്ചു. സെന്റ് ലൂയിസിൽ നിന്നുള്ള ഒരാൾ. ഈ സമയത്ത് മറ്റാരും ആകില്ല, മദ്യാസക്തൻ തന്നെയാകുന്നതാണ് ബിൽ ഡബ്ല്യു വിചാരിച്ചത്. ദൈവമേ, കടന്നു വരാൻ പറയൂ. നോട്ട് അനദർ വൺ ആൻഡ് അറ്റ് ദിസ് ടൈം ഓഫ് നൈറ്റ്. ഓ വെൽ, ബ്രിങ് ഹിം അപ്പ്. അദ്ദേഹത്തിനോട് കടന്നു വരാൻ പറയൂ. ഐ ഹിയർഡ് labored steps on the stairs, then balanced precariously on his cane. He came into the room carrying a battered black hat that was shapeless as a cabbage leaf and plastered with the sleet. He lowered himself into my solitary chair, and when he opened his overcoat, I saw his clerical collar. He brushed back a shock of white hair and looked at me, through the most remarkable pair of eyes I have ever seen. We talked about a lot of things, and my spirits kept on rising, and presently I began to realize that this man radiated grace that filled the room with a sense of presence. I felt this with great intensity. It was a moving and mysterious experience. In years since I have seen much of this great friend, and whether I was in joy or in pain,
He always brought to me the same sense of grace and the presence of God. My case is no exemption. Many who meet Father Ed experience this touch of the eternal. It is no wonder that we have wonder that he was able to fill all of us there in the Kale auditorium with his inimitable spirit on that wonderful Sunday morning. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയാണ്, ആയാസപ്പെടുന്ന ആ കാലൊച്ച കോണിപ്പടികളിലൂടെ ഞാൻ കേട്ടു. ഊന്നുവടി പിടിച്ച് അദ്ദേഹം കോണിപ്പടി കയറി വന്നു. ആകൃതി നഷ്ടപ്പെട്ട പഴഞ്ചൻ തൊപ്പിയിൽ മഞ്ഞ് പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കസേരയിലിരുന്ന് ഓവർകോട്ട് ഊരിയപ്പോൾ പൗരോഹിത്യ ചിഹ്നം അല്ലെങ്കിൽ കോളർ കണ്ടു. നരച്ച തലമുടി പിന്നോട്ടൊതുക്കി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജോഡി കണ്ണുകൾ എന്നെ നോക്കി. ഞങ്ങളെല്ലാ പല കാര്യങ്ങളും സംസാരിച്ചു. എൻ്റെ ചേതന ഉണർന്നുകൊണ്ടിരുന്നു. മുറിയിൽ ചൈതന്യം നിറഞ്ഞു. ഇത് തീവ്രവും നിഗൂഢവുമായ ഒരു അനുഭവമായിരുന്നു. സുഖത്തിലും ദുഃഖത്തിലും എക്കാലവും അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം എനിക്ക് ദൈവ സാന്നിധ്യമായിരുന്നു. എൻ്റെ കാര്യം ഒരു അപവാദമല്ല. അദ്ദേഹത്തെ കണ്ടുമുട്ടിയവർക്കൊക്കെ സനാതനമായ ഇത്തരമൊരു അനുഭവമുണ്ട്. അന്ന് ഞായറാഴ്ച രാവിലെ കേരള ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു നിന്നവരിൽ ഇത്തരമൊരു ചൈതന്യം നിറയ്ക്കാൻ പ്രാപ്തനാണ് അദ്ദേഹം എന്നതിൽ ആർക്കും സംശയമില്ല. അപ്പോൾ ബിൽ ഡബ്ല്യുവിൻ്റെ ഒരു സ്പിരിച്വൽ സ്പോൺസറായിരുന്നു എഡ് ഡൗളിങ്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് അദ്ദേഹം അവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അന്നത്തെ ഞായറാഴ്ചത്തെ അവസാന ദിവസമാണ്. കേരള ഓഡിറ്റോറിയത്തിലെ ആ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ചൈതന്യം അവിടെയുള്ളവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിന് സംശയമില്ലാന്ന് പറയാണ്. There came next to the lecture a figure that not many eyes had seen before, the Episcopal clergyman Sam Schumacher. അപ്പോൾ അടുത്തത് പറയുന്നത് എന്താണ്? സാം ഷുമാക്കറെ കുറിച്ചാണ്. അധികം ആരും കണ്ടിട്ടില്ലാത്ത മറ്റൊരാളാണ് അടുത്തതായി വേദിയിലെത്തുന്നത്, എപ്പിസ്കോപ്പൽ വൈദികൻ സാം ഷുമാക്കർ. There came next to the lecture a figure that not many eyes had seen before, the Episcopal clergyman Sam Schumacher. It was from him that Dr. Bob and I, in the beginning, had absorbed most of the principles that were afterward embodied in the 12 steps of Alcoholics Anonymous, steps that express the heart of AA's way of life. Dr. Silkworth gave us the needed knowledge of our illness, but Sam Schumacher had given us the concrete knowledge of what we could do about it. One showed us the mysteries of the lock that held us in prison. The other passed on the spiritual keys by which we were liberated. അധികമാരും കണ്ടിട്ടില്ലാത്ത മറ്റൊരാളാണ് അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത്, എപ്പിസ്കോപ്പൽ വൈദികൻ സാം ഷുമാക്കർ. ഡോക്ടർ ബോബും ഞാനും പിൽക്കാലത്ത് എയുടെ 12 പടികളായി രൂപപ്പെട്ട പല തത്വങ്ങളും സ്വീകരിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. എയുടെ ജീവിത രീതിയുടെ ജീവനാഡിയായി മാറിയ 12 പടികൾ. മദ്യാസക്തി എന്ന രോഗത്തെക്കുറിച്ച് ഞങ്ങൾ അറിയേണ്ടത് സിൽക്ക്വർത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷേ ഈ രോഗത്തിനെതിരെ എന്ത് ചെയ്യാനാകുമെന്ന വ്യക്തമായ ധാരണ തന്നത് സാം ഷുമാക്കറാണ്. ഒരാൾ കാരാഗ്രഹത്തിന്റെ പൂട്ടിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. മറ്റൊരാൾ താക്കോലിന്റെ ആത്മീയ രഹസ്യം ഞങ്ങൾക്ക് പകർന്നു നൽകി. Dr. Sam looked scarcely a day older than he had almost 21 years earlier when I first met him and his dynamic group of Calvary's Parish House in New York. As he began to speak, his impact fell upon us there in the Kale auditorium, just as it had upon Louis and me years before. As always, he called a spade, and his blazing earnestness and crystal clarity drove him his message point by point. With all his vigor and power of speech, Sam nevertheless kept himself right down to our size. Here was a man quite as willing to talk about his sins as about anybody else. He made himself a witness God's power and have just as any I might have done. 21 വർഷം മുമ്പ് ന്യൂയോർക്കിലെ കാൽവരി പാരിഷ് ഹൗസിൽ അദ്ദേഹത്തെ കണ്ട അതുപോലുണ്ട് ഇപ്പോഴും. ഒരു വയസ്സ് പോലും കൂടിയതായി തോന്നുന്നില്ല. അദ്ദേഹം കേരള ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലൂയിസും അദ്ദേഹത്തെ ശ്രദ്ധിച്ചതുപോലെ തന്നെ തോന്നി. ഒരു വയസ്സ് പോലും കൂടിയതായി തോന്നില്ല. അദ്ദേഹം കേരള ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലൂയിസ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹം എന്തുമുള്ളതുപോലെ തുറന്നു പറയുന്നവനായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ജിജ്ഞാസയും ആത്മാർത്ഥതയും നൈർമല്യവും നൽകുന്ന സന്ദേശം കൃത്യതയാർന്നതായിരുന്നു. അത് വീടുകളിലെത്തി അദ്ദേഹത്തിന്റെ വീര്യം നിറഞ്ഞ ഭാഷണങ്ങളിൽ. പക്ഷേ നമ്മുടെ
വലുപ്പത്തിലേക്ക് താഴ്ന്നു വന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ പോലെ തന്നെ സ്വന്തം തെറ്റും ഏറ്റുപറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു. അദ്ദേഹം സ്വയം ഈശ്വരശക്തിയുടെയും സ്നേഹത്തിന്റെയും സാക്ഷിയായി. ചെയ്തതുപോലെ തന്നെ ആൽക്കോളിക്സ് അനോണിമസിന് ദൈവകടാക്ഷത്തിന്റെ മറ്റൊരു സാക്ഷ്യമാണ് അദ്ദേഹം. Some appearance before us Some appearance before us was further evidence that many a channel had been used by Providence to create Alcoholics Anonymous, and none had been more vitally needed than the one opened through Sam Schumacher and his Oxford Group associates of a generation before. The basic principles which the Oxford Groupers had thought were ancient and universal ones, the common property of mankind. Certain of the former OG attitudes and applications had proved unsuited to AA's purpose. The Sam's own convictions about this lesser aspects of the Oxford groups had later changed and become more like our AA views of today. But the important things to this, the early AA got it this idea of self-examination, acknowledgement of character defects, restitutions for harm done, and working with other state from the Oxford groups and directly from Sam Schumacher, their former leaders in America, and from nowhere else. He will always be found in our annals as the one who's inspired us by example and teaching did most to show us how to create the spiritual climate in which we alcoholics may survive and then proceed to grow. A owes a depth of timeless gratitude for all the God sent us through Sam and his friends in the days of infancy. അപ്പൊ അടുത്തത് ഒരു നന്ദി പറയുകയാണ് സാമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ കുറിച്ചും. അപ്പോ നമ്മുടെ വലുപ്പത്തിലേക്ക് താഴ്ന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ പോലെ തന്നെ സ്വന്തം തെറ്റുകൾ അദ്ദേഹത്തിന് ഏറ്റുപറയാൻ ഒരു മടിയുമില്ലായിരുന്നു. അദ്ദേഹം സ്വയം ഈശ്വരശക്തിയുടെയും സ്നേഹത്തിന്റെയും സാക്ഷിയായി. ചെയ്തതുപോലെ തന്നെ ആൽക്കോളിക്സ് അനോണിമസിന് ദൈവകടാക്ഷത്തിന്റെ മറ്റൊരു സാക്ഷ്യമാണ്. ഫാദർ സാമിന്റെ സാന്നിധ്യം ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് സംഘാടകർക്ക് എത്രമാത്രം ഇതൊക്കെ ആവശ്യമായിരുന്നു, അതുപോലെ തന്നെ എയ്ക്കും ആവശ്യമായിരുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകൾ നൽകിയ അടിസ്ഥാന തത്വങ്ങൾ പൗരാണികവും പ്രാപഞ്ചികവും ലോകത്തിന് മുഴുവൻ അവകാശപ്പെട്ടതുമായിരുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ചില പഴയ നിലപാടുകളും പ്രയോഗങ്ങളും എയ്ക്ക് യോജിച്ചതല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. സാം തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം കാഴ്ചപ്പാടുകൾ പിൽക്കാലത്ത് തിരുത്തുകയും എയുടെ തത്വങ്ങളോട് യോജിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ. പക്ഷേ പ്രധാന സംഗതി ഇതാണ്: സ്വയം പരിശോധന, സ്വഭാവ വൈകല്യങ്ങളുടെ കണ്ടെത്തൽ, പരിഹാരങ്ങൾ, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾ സാമിൽ നിന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് സ്വീകരിച്ചിരിക്കുന്നതാണ്. സ്വയം പരിശോധന, സ്വഭാവ വൈകല്യങ്ങളുടെ കണ്ടെത്തൽ, പരിഹാരങ്ങൾ, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾ സാമിൽ നിന്നും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് സ്വീകരിച്ചിരിക്കുന്നതാണ്. മറ്റൊരിടത്തുനിന്നുമല്ല. അവരുടെ പഴയ അമേരിക്കൻ തലവനിൽ നിന്ന് തന്നെയാണ് ഏത് മധ്യാസക്തൻ എങ്ങനെ ആത്മീയ പാതയിൽ വളരാമെന്നും എയിൽ അതിജീവിക്കാമെന്നും സാം തന്ന പ്രചോദനവും ഉദാഹരണങ്ങളും എന്നും ചരിത്രത്തിൽ ഉണ്ടാകും. എയ്ക്ക് അതിന്റെ ശൈശവകാലത്ത് സാം ഷുമാക്കറിലൂടെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിലൂടെയും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം കടപ്പെട്ടിരിക്കുന്നു. അടുത്ത ഭാഗം കൺവെൻഷന്റെ അവസാനത്തെ കുറിച്ചാണ്. ആസ് വി അപ്രോച്ച്ഡ് അവർ ലാസ്റ്റ് സെഷൻ, എ നമ്പർ ഓഫ് ഗ്രേറ്റ് ക്വസ്റ്റ്യൻസ് still remained in the collective mind in convention. What would happen when AA's originators and old-timers had gone? Would AA continue to grow and prosper? Could we go on functioning as a whole, no matter what perils the future brought? Here, had AA really come to the age of full responsibility? Could member-hard groups worldwide now safely assume complete control and guidance of AA's principal affairs? Would AA now be able to take over from the old-timers, from Dr. Bob and from Bill? If so, by what agency and just how? അപ്പോൾ അടുത്ത കുറെ ചോദ്യങ്ങളാണ്. കൺവെൻഷൻ അതിന്റെ അവസാനത്തിലെത്തുമ്പോൾ നമ്മുടെ കൂട്ടായ മനസാക്ഷിയിൽ ഒരു കൺവെൻഷൻ അതിന്റെ അവസാനത്തിലെത്തുമ്പോൾ നമ്മുടെ കൂട്ടായ മനസാക്ഷിയിൽ പല ശ്രേഷ്ഠമായ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എയുടെ തുടക്കക്കാരും പഴമക്കാരും പോയാൽ എയ്ക്ക് എന്ത് സംഭവിക്കും? അതിന്റെ വളർച്ച തുടരുമോ? ഭാവിയിൽ എന്തെല്ലാം നാശങ്ങൾ വന്നാലും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമോ?
എയെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലെത്തിക്കാൻ പാകത്തിൽ വളർന്നോ? എയുടെ മുഖ്യ പ്രവർത്തനങ്ങളെ ലോകത്തെമ്പാടുമുള്ള ഗ്രൂപ്പുകളും അംഗങ്ങളും സ്വീകരിക്കുമോ? എയെ ബില്ലിൽ നിന്നും ബോബിൽ നിന്നും പഴമക്കാരിൽ നിന്നും ഏറ്റെടുക്കപ്പെടുമോ? അങ്ങനെയെങ്കിൽ ആരേറ്റെടുക്കും? അല്ലെങ്കിൽ എപ്പോൾ ഏറ്റെടുക്കും? For a long time, these questions had been asked anxiously, and for over 5 years, solutions for those problems had been eagerly sought, especially by old AA hands, people like myself who must soon relinquish their 20 years guardianship of AA and turn over their trust to the vast family now fully reared. The time had become for the answers. വളരെ കാലമായി ഈ ചോദ്യങ്ങൾ ആകാംക്ഷ പോലെ ചോദിക്കുന്നുണ്ട്. 5 വർഷമായി പഴമക്കാർ പ്രശ്നപരിഹാരങ്ങൾ തേടുന്നുണ്ട്. എന്നെ പോലുള്ളവർ 20 വർഷമായി തുടരുന്ന എയുടെ രക്ഷാകർതൃത്വം ബൃഹത്തായ ഈ കുടുംബത്തെ വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടതുണ്ട്. ഉത്തരങ്ങൾക്കുള്ള സമയമായിരിക്കുന്നു. High in the great hall of the Hale Auditorium, there hung a banner on which everyone could see the new symbol of For Alcoholics Anonymous, the triangle within the circle. On the stage far beneath the banner, at 4 o'clock on Sunday, our society was to be declared come of age. Its elected service conference, taking over the guardianship of our traditions and the custody of our world services, would then become the successors to the founders of Alcoholics Anonymous. The thousands of us were united in one spirit and in a great expectation as we sat waiting for the opening of this last meeting. What we thought that and felt it hard to tell. Hard especially for one person. It would help if someone could speak for all of us, and perhaps in a way this is possible. കേരള ഓഡിറ്റോറിയത്തിൽ ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന ബാനറിൽ എയുടെ ചിഹ്നം കാണാം. വൃത്തത്തിനുള്ളിലുള്ള ത്രികോണം. താഴെ മറ്റൊരു കാഴ്ചയും കാണാം. ഞായറാഴ്ച 4 മണിക്ക് എ വളർച്ചയെത്തിയതായി പ്രഖ്യാപിക്കാനിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സർവീസ് കോൺഫറൻസ് പാരമ്പര്യങ്ങളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ ലോകസേവനവും, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്ഥാപകരുടെ പ്രതീക്ഷയോടെ ഈ ശുഭമുഹൂർത്തത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. നാം ചിന്തിച്ചതും അനുഭവിച്ചതും പറയാൻ വിഷമമാണ്. പ്രത്യേകിച്ച് ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ആരെങ്കിലും ഒരാൾ എല്ലാവർക്കും വേണ്ടി പറയുന്നത് നല്ലതായിരുന്നു. Each day of at the convention, I had spoken with many AS folks of every description and persuasion, plainsmen and mountain people, city dwellers and townsmen, workmen and businessmen, school teachers and professors, clergymen and doctors, and men and journalists, artists and builders, clerks and bankers, socialites and skid rowers, career girls and housewives, people from other lands speaking in strange accents and tongues, Catholics and Protestants, and Jews and men and women of no religion. കൺവെൻഷന്റെ ഓരോ ദിവസവും ഞാൻ പലതരത്തിലുള്ള ആളുകളുമായി സംസാരിച്ചു. പല വിധത്തിലുമുള്ളവർ. സമതലവാസികളുണ്ടായിരുന്നു, മലകളിൽ നിന്നെത്തിയവരുണ്ടായിരുന്നു, നഗരവാസികളുണ്ടായിരുന്നു, ജോലിക്കാരുണ്ടായിരുന്നു, ബിസിനസ്സുകാരുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു, പുരോഹിതരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു, പത്രക്കാരുണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, ക്ലർക്കുമാരുണ്ടായിരുന്നു, ബാങ്കർമാരുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, തെറ്റിത്തെറിച്ച് നടക്കുന്നവരുണ്ടായിരുന്നു, കരിയർ യുവതികളുണ്ടായിരുന്നു, വീട്ടമ്മമാരുണ്ടായിരുന്നു, അന്യദേശക്കാരുണ്ടായിരുന്നു, അന്യഭാഷ സംസാരിക്കുന്നവർ, കത്തോലിക്കരുണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റന്റുകാരുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, സ്ത്രീകളും കാത്തലിക്സ് ആൻഡ് ജൂസ് ആൻഡ് മെൻ ആൻഡ് വുമൺ ഓഫ് നോളജ്. അതായത് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ മതമില്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു. Of many of these people, I asked the same question. What do you think of this convention? And what do you think of AS future? Each, of course, reacted according to his or his own viewpoint. But I was astonished. I have astonished
What do you think about this convention, and what do you think of AI's future? Each, of course, reacted according to his or her own viewpoint. But I was astonished when I sensed the anonymity of feelings and opinion that run through all. I felt and still feel this so strongly that I believe it may be permissible here to introduce a spokesman for the whole convention itself, a sort of a composite character who nevertheless may truly portray what practically everybody at St. Louis really saw, really heard, and really felt. Let's so call for our anonymous spokesman, Mr. Grassroots. He hails from Centerville, USA, and this is what he has to say. അപ്പോൾ ഇവരോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, ഈ കൺവെൻഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എയുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ അവരുടെ അഭിപ്രായ ഐക്യം എന്നെ അത്ഭുതപ്പെടുത്തി. മുഴുവൻ കൺവെൻഷനുമായി ഒരു വക്താവിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ എനിക്ക് തോന്നുകയും ചെയ്തു. ഒരു സമ്മിശ്ര കഥാപാത്രം. സെന്റ് ലൂയിസ് കൺവെൻഷനിൽ പങ്കെടുത്ത ഓരോരുത്തരെയും യഥാർത്ഥത്തിൽ വരച്ചു കെട്ടുന്ന ഒരാൾ. യഥാർത്ഥത്തിൽ കേട്ടത്, യഥാർത്ഥത്തിൽ അനുഭവിച്ചത്. അജ്ഞാതനായ ഈ വക്താവിനെ നമുക്ക് മിസ്റ്റർ ഗ്രാസ് റൂട്ട് എന്ന് വിളിക്കാം. അദ്ദേഹം വരുന്നത് അമേരിക്കയിലെ സെൻട്രൽ വില്ല എന്ന കൊച്ചു പട്ടണത്തിൽ നിന്നാണ്. അയാൾക്ക് പറയാനുള്ളത് ഇതായിരിക്കും. I went to the Kale, says Mr. Grassroots, ahead of time for that last meeting. While I was waiting, I thought of all that had happened to me in the 3 days. I came from the small town of Centerville. I was born and raised there, did my drinking and got into my trouble there, and was about ready to throw in the sponge when I came to town. Several years back, a traveling chap tossed us the idea, and since then, about a dozen of us, alki in Centerville, have grabbed the lifeline. The groups in my state are pretty small and scattered, and so we do not see much of each other. We have never had a state get together. Our Centerville group has been just about all of AA for me. Good AA too. Of course, we have had the big book and some pamphlets and the grape and how now and which when then a traveler told us something about AA in another places. It was fine to know that other people like us were getting other chance too. But our main interest was in each other and in the Centerville drunks that had not yet sobered up. The rest of AA seemed a long way off. They did not see to be much that we could do about it anyhow, even if we wanted to. This was how it was with the before St. Louis. അപ്പൊ അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് എന്ന് പറയുന്ന ഒരു ഭാവനയിലുള്ള ഒരാളെ പറ്റി പറയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഞാൻ കേലിലേക്ക് പോയി, അല്ലെങ്കിൽ കേൽ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഗ്രാസ് റൂട്ട് പറയുന്നു, അവസാനത്തെ മീറ്റിങ്ങിന് മുമ്പ് ഞാൻ അവിടെ കാത്തിരുന്നപ്പോൾ 3 ദിവസത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഓർത്തു. സെൻട്രൽ എന്ന കൊച്ചു പട്ടണത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും കുടി തുടങ്ങിയതും. കഷ്ടത്തിലായതും എല്ലാം തീരാറായപ്പോൾ നഗരത്തിൽ എ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഞ്ചാരി ഒരു ആശയം തന്നിട്ട് പോയി. പിന്നീട് സെൻട്രൽ ഒരു ഡസൻ മധ്യസ്ഥർക്ക് ജീവൻ തിരിച്ചു പിടിച്ചു. എൻ്റെ നാട്ടിലെ ഗ്രൂപ്പുകൾ ചെറുതും ചിതറിക്കിടക്കുന്നതുമാണ്. ഞങ്ങൾ അങ്ങനെ പരസ്പരം കാണാറില്ല. ഞങ്ങൾക്ക് ഒരു ഒത്തുചേരൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഒരു ഗ്രൂപ്പ് മാത്രമായിരുന്നു. അത് നല്ലതുമായിരുന്നു. ഞങ്ങളുടെ കൈവശം ബിഗ് ബുക്കും കുറച്ച് പാംലെറ്റുകളും ഗ്രേപ്പ് ഉണ്ടായിരുന്നു. അടുത്തയിടെ ഒരു യാത്രക്കാരൻ മറ്റിടങ്ങളിലുള്ള കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു, മറ്റുള്ളവർക്ക് നമ്മെപ്പോലെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നറിയുന്നത് നല്ലതാണ്. പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ ഞങ്ങളുടെ കാര്യത്തിലും സെൻട്രൽ രക്ഷപ്പെടാത്ത മധ്യസ്ഥരുടെ കാര്യത്തിലുമായിരുന്നു. മറ്റുള്ള വിദൂരത്തിലാണെന്ന് തോന്നി. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അധികമായി മറ്റൊന്നും ചെയ്യാനില്ലെന്ന് തോന്നി. സെന്റ് ലൂയിസ് വരുന്നതിന് മുമ്പ് ഇതായിരുന്നു എൻ്റെ അവസ്ഥ. Into hundreds of A's and their families charging around in the hotels. Then I saw thousands in the big auditorium. I am sort of shy, but I got over that. I got mixed in with the people who were having the time of their lives. People who came from 500, say thousands, maybe 5,000 miles away from places I had only read about in the papers.
Pretty soon I was telling them about AA in Centerville, rattling on as happy as anybody. അപ്പോ ഈ കൊച്ചു പട്ടണത്തിന് ലൂയിസിൽ വരുന്നതിന് മുമ്പ് ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഈ കൺവെൻഷൻ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. ഹോട്ടലിന് ചുറ്റും ചുറ്റിത്തിരിയുന്ന നൂറുകണക്കിന് ഏയക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ കണ്ടു. പിന്നീട് ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ കണ്ടു. എനിക്ക് ജാള്യത തോന്നി, പക്ഷെ ഞാൻ അത് മറികടന്നു. ഞാൻ ജീവിക്കാൻ സമയം കിട്ടിയ ആളുകൾക്കിടയിലായി. 500 മുതൽ 1000 അല്ലെങ്കിൽ 5000 മൈലുകൾക്ക് അപ്പുറത്തു നിന്നെത്തിയവരാണവർ. ഞാൻ പത്രങ്ങളിൽ മാത്രം കേട്ട സ്ഥലങ്ങൾ. പെട്ടെന്ന് ഞാൻ സെൻട്രൽവില്ല എയെക്കുറിച്ച് പറയാൻ തുടങ്ങി. സെൻട്രൽവില്ല എയെക്കുറിച്ച് പറയാൻ തുടങ്ങി. Yeah, these people were not strangers to me at all. It seems if I had known, had trusted, and loved them all of my life, I had felt that way about my AA group at home. But now I felt that same way about every AA and all of AA. I can't tell you what this meant to me. It was big. This was real brotherhood. This was my people, my kin, and my kind. I belonged to them, and they belonged to me. Every barrier, every thought of race, creed, or nationality dropped out of my mind. These tremendous things happened to me in only a few hours. ഈ ആളുകൾ എനിക്ക് പരിചിതരല്ല. വളരെ കാലമായി പരിചയമുള്ളതും ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതുപോലെ തന്നെ എനിക്ക് തോന്നി. എൻ്റെ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ അങ്ങനെ കരുതിയിരുന്നു. ഇപ്പോൾ എല്ലാ എയും അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് പറയാനൊക്കുന്നില്ല. എനിക്കത് വലുതായിരുന്നു. ഇവരാണ് യഥാർത്ഥ സാഹോദര്യം. ഇതാണ് എൻ്റെ ആളുകൾ, എൻ്റെ ജാതിയിലും വർഗത്തിലും പെട്ടത്. ഞാൻ അവരിൽ പെടുന്നവനാണ്. ഞാൻ അവരിൽപ്പെട്ടവരാണ്. അവർ നമ്മളിൽപ്പെട്ടവരാണ്. ജാതിയും മതവും രാജ്യവും ഒക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഈ അത്ഭുതം ഏതാനും മണിക്കൂറുകളിൽ തന്നെ എന്നിൽ സംഭവിച്ചതാണ്. I took in every meeting I could. I heard those doctors tell how much their profession was for us. I went to an Al-Anon meetings and realized for the first time that AA is for the whole family too. The sessions on prisons and mental institutions convinced me that as a drinker I had been a piker, and that almost no alcoholic disaster was too tough for AA to help. At other meetings, I saw that AA had been facing and solving a lot of problems. I never knew we had problems in the big cities and all over the world. I saw that we still had plenty wrong with us as a fellowship, but I was sure that our present troubles would iron out as well as the other had. ഞാൻ കഴിയുന്ന എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുത്തു. ഡോക്ടർമാർ അവരുടെ സേവനം നമുക്ക് നൽകുന്നത് ഞാൻ കേട്ടു. ഞാനൊരു അൽനോൺ മീറ്റിങ്ങിൽ പങ്കെടുത്തു. AA കുടുംബത്തിന് മുഴുവൻ വേണ്ടിയാ AA ഒരു കുടുംബത്തിന് മുഴുവൻ വേണ്ടിയാണെന്ന് അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി. ജയിലുകളെയും മനോരോഗ ചികിത്സാ കേന്ദ്രങ്ങളെയും കുറിച്ചുള്ള സെക്ഷനിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. AA സഹായിക്കാനാകാത്ത വിധത്തിലുള്ള മദ്യപാന ദുരന്തങ്ങളില്ലെന്ന്. AAക്ക് സഹായിക്കാനാവാത്ത വിധമുള്ള മദ്യപാന ദുരന്തങ്ങളില്ലെന്ന്. മറ്റു ചില മീറ്റിങ്ങുകളിൽ ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തതും എനിക്ക് അറിഞ്ഞുകൂടാത്തതുമായ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത് അപ്പൊ എപ്പോഴും നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടു. ഇപ്പോഴുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളും നമുക്ക് മായ്ച്ചു കളയാം പണ്ടത്തെ പോലെ. ഇപ്പോ ബുദ്ധിമുട്ടുകൾ നമുക്ക് മായ്ച്ചു കളയാം പണ്ടത്തെ പോലെ. എങ്ങനെയാണ് തുടങ്ങിയതെന്നും എത്ര ആളുകളുണ്ടെന്നും നമ്മളും നമ്മളെ പോലെ തന്നെ മധ്യാസക്തരല്ലാത്തവർ ഈ ജോലിക്ക് ആവശ്യമുണ്ടെന്നും എവിടെയെല്ലാം നാം വഴിവിട്ട് പോയിട്ടുണ്ടെന്നും പക്ഷെ ഇതുവരെ നാം ശരിയായ പാതയിലേക്ക് തിരിച്ചെത്താനാകാത്ത വിധം വ്യതിചലിച്ചിട്ടില്ലെന്നുമൊക്കെ വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ കേട്ടു. എപ്പോഴും വലിയ ശക്തിയുള്ള കരങ്ങൾ നമ്മെ നിയന്ത്രിച്ചിരുന്നു. On Friday night, I heard how AA start, how many people, non-alcoholic friends, as well as ourselves, had been required to do the job, or at how many points we could have run off the road for a complete smash up. Yet how we had never yet skidded a curve or failed to take the right turn. The hand of a higher power had been on the wheel all the time.
അപ്പോൾ എ എങ്ങനെയാണ് തുടങ്ങിയതെന്നും എത്ര ആളുകളുണ്ടെന്നും നമ്മൾ നമ്മളെ പോലെ തന്നെ മധ്യാസക്തരല്ലാത്തവരും ഈ ജോലിക്ക് ആവശ്യമുണ്ടെന്നും എവിടെയെല്ലാം നാം വഴിവിട്ട് പോയിട്ടുണ്ടെന്നും പക്ഷെ ഇതുവരെ നാം ശരിയായ പാതയിലേക്ക് തിരിച്ചെത്താനാകാത്ത വിധം വ്യതിചലിച്ചിട്ടില്ല എന്നുമൊക്കെ വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ കേട്ടു. ഇപ്പോഴും വലിയ ശക്തിയുടെ കരങ്ങൾ നമ്മെ നിയന്ത്രിച്ചിരുന്നു. On Saturday night, I felt like getting worried all over again as Bill told us how he and Dr. Bob had wandered all the way from 1939 to 1945. If AA was going to hang together, after all, what with the troubles of members groups and beginners in foreign countries, I got a jolt when I heard that the AA book and the New York headquarters had once been the source of the most hair-raising squabbles of all. Maybe this kind of thing could get going again someday. But I calmed down when it was made clear that all this old-time grief and uproar had actually been very good for us, and that without this experience, as told traditions could never have been written. And I felt still better than I heard that by 1950 most of those woes were things of the past, and that the 12 traditions had been adopted unanimously at the International Convention in Cleveland in 1950 when Dr. Bob made his final appearance and spoke so confidently of his faith in a future. Hmm. അപ്പോൾ ഞായറാഴ്ച രാത്രിയിൽ സാറ്റർഡേ നൈറ്റ് ഞായറാഴ്ച രാത്രിയിൽ ഞാൻ അസ്വസ്ഥനായതുപോലെ തോന്നി. ഓൺ സാറ്റർഡേ നൈറ്റ് ഐ ഫെൽറ്റ് ലൈക്ക് ഗെറ്റിംഗ് worried all over again. അപ്പോൾ ശനിയാഴ്ച രാത്രിയിൽ ഞാൻ അസ്വസ്ഥനായതുപോലെ തോന്നി. അന്ന് രാത്രി ബിൽ ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹവും ബോബും 1934 മുതൽ 1945 വരെ സന്ദേഹത്തിലായിരുന്നു. ഒരുമിച്ച് നിൽക്കുമോ? അംഗങ്ങളുടെയും ഗ്രൂപ്പുകളിലെയും പ്രശ്നങ്ങൾ, വിദേശങ്ങളിലെ ചില തുടക്കങ്ങൾ, ബുക്കും ന്യൂയോർക്ക് ഹെഡ്ക്വാർട്ടേഴ്സും ആയിരുന്നു ഒരിക്കൽ എല്ലാ കലഹങ്ങളുടെയും കേന്ദ്രമെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. ഇത്തരം പഴയകാല സങ്കടങ്ങളും കലഹങ്ങളും ഒക്കെ നമുക്ക് നല്ലതിനായിരുന്നെന്നും അല്ലാത്തപക്ഷം 12 പാരമ്പര്യങ്ങൾ രൂപപ്പെടുകയില്ലായിരുന്നുവെന്നും കേട്ടപ്പോൾ സമാധാനം തോന്നി. 1950 ഇത്തരം സങ്കടങ്ങളൊക്കെ മാറിയെന്നും 12 പാരമ്പര്യങ്ങൾ ഏകകണ്ഠായമായി അംഗീകരിക്കപ്പെട്ടുവെന്നും 1950 ക്ലീവ്ലാൻഡിലെ കൺവെൻഷനിൽ ഡോക്ടർ ബോബ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടുവെന്നും എയുടെ ഭാവിയിൽ അദ്ദേഹം ശുഭാപ്തി വിശ്വാസിയാണെന്നും പറയുന്നത് കേട്ടപ്പോൾ കൂടുതൽ സമാധാനം തോന്നി. On Sunday morning, the last day of the convention, I found those 12 traditions still on my mind. Each of them, I saw it the exercise in humility that can guard us in and everyday affairs to protect us from ourselves. If I were really guided by the 12 traditions, we could not possibly be split apart by politics, religion, money, or by any old-timers who might take a notion to be big shots. With none of us throwing our weight around in public, nobody could possibly exploit AA for a personal advantage. That is sure. For the first time, I saw AA anonymity for what it really is. It isn't just something to save us from alcohol, shame, and stigma. Its deeper purpose is actually to keep those fool egos of ours from running hog wild after money and public fame at AA's expenses. It really means personal and group sacrifice for the benefits of all AA, right? Then I resolved to learn our 12 traditions by heart, just as I had learned the 12 steps. If every AA had did the same thing and really soaked up these principles, we drank could hang together forever. അപ്പോൾ അടുത്ത ഭാഗം പറയുന്നത് ഞായറാഴ്ച ദിവസത്തെ പറ്റിയാണ്. അവസാന ദിവസം ഞായറാഴ്ച രാവിലെ എൻ്റെ മനസ്സിൽ 12 പാരമ്പര്യങ്ങളായിരുന്നു. അവയെ ഓരോന്നും വിജയത്തിന്റെ ദൈനംദിന അനുഷ്ഠാനമായി എനിക്ക് തോന്നി. നമ്മിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നത് ഏഴ് 12 പാരമ്പര്യ നമ്മിൽ നിന്ന് തന്നെ രക്ഷിക്കുന്ന 12 പാരമ്പര്യങ്ങൾക്കനുസരിച്ച് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ നാം ഒരിക്കലും ചെതറിപ്പോവുകയില്ല. മതമോ രാഷ്ട്രീയമോ പണമോ അതുമല്ലെങ്കിൽ പല പഴമക്കാരുടെ പ്രതാപത്തിന് മുമ്പിലോ ഒന്നും പ്രശ്നമാകില്ല. നമ്മളിൽ ആരും തന്നെ നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കില്ല, ആരെയും ചൂഷണം ചെയ്യില്ല. അതായത് നമ്മളിൽ ആരും തന്നെ സമൂഹത്തിൽ അവതരിപ്പിക്കില്ല, നമ്മെ ഏയക്കാരനായിട്ട് സമൂഹത്തിൽ അവതരിപ്പിക്കില്ല, ആരെയും ചൂഷണം ചെയ്യില്ല, വ്യക്തിപരമായ നേട്ടത്തിന് ശ്രമിക്കില്ല. തീർച്ചയാണ്
അനാമധേയത്വം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ നാണക്കേടിൽ നിന്നും ദുഷ്കീർത്തിയിൽ നിന്നും രക്ഷിക്കപ്പെടാനുള്ള ഒരു മാർഗം മാത്രമല്ല അത്. യഥാർത്ഥ ഉദ്ദേശം നമ്മുടെ അഹങ്കാരം അടക്കി നിർത്തലാണ്. എയുടെ ചെലവിൽ പണവും പ്രശസ്തിയും നേടുന്നത് തടയലാണ്. യഥാർത്ഥത്തിൽ ഗ്രൂപ്പും വ്യക്തിയും എയുടെ നന്മയ്ക്കായി ചെയ്യുന്ന ത്യാഗമാണ്. ഞാൻ ശരിക്കും പാരമ്പര്യങ്ങൾ ഹൃദയത്തിൽ പഠിക്കാൻ തുടങ്ങി. 12 പടികൾ പഠിച്ചതുപോലെ എല്ലാ എകളും ഇത് ചെയ്താൽ എക്കാലത്തും ഒന്നിച്ചു നിൽക്കും. I watched as the big hall of the Kale auditorium filled up. Thousands of my newfound friends were pouring in for the final wind up. I caught sight of Father Ed as he eased himself into a seat across the aisle. He was a wonderful reminder for our morning section on the spiritual part of the program. In that section, something happened to me I will never forget. കേൽ ഓഡിറ്റോറിയത്തിലെ വലിയ ഹാൾ നിറയുന്നത് ഞാൻ കണ്ടു. ആയിരക്കണക്കിന് പുതിയ സുഹൃത്തുക്കൾ അവസാന ഭാഗത്തിലെത്തിയിരിക്കുന്നു. ഞാൻ ഫാദർ എഡിനെ കണ്ടു. അദ്ദേഹം സ്വസ്ഥനായി സീറ്റിലിരിക്കുന്നു. രാവിലെ വിഷമകരമായ ആത്മീയ വശം നമ്മെ ധരിപ്പിച്ച അദ്ദേഹമായിരുന്നു. എനിക്കെന്തോ സംഭവിച്ചു. ആ സെക്ഷനിൽ എനിക്കത് മറക്കാനാവില്ല. I had always carried a certain amount of prejudice against churches and clergymen and their concept of God. Like many years, my idea about God were still mighty vague. അപ്പോൾ എനിക്കെന്തോ സംഭവിച്ചു ആ സെക്ഷനിൽ. എനിക്കത് മറക്കാനാവില്ല. എനിക്ക് എല്ലാ കാലത്തും പള്ളികളോടും പുരോഹിതന്മാരോടും അവരുടെ ഈശ്വര വിശ്വാസത്തെക്കുറിച്ചുള്ള ധാരണകളോടും ഒരു വിമുഖത ഉണ്ടായിരുന്നു. മറ്റു പല ഏകാരെ പോലെ എനിക്കും ഈശ്വര വിശ്വാസത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഗോഡ് വെർ സ്റ്റിൽ മൈറ്റി വാഗ്. അവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത വായിക്കാം. താങ്ക് യു.